ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ എരീൻസ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 എത്തിയിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഇവരുടെ പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ നോമൻ ക്ലേച്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇത്രയും പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് സെക്കൻഡ് പാർട്ട് വീഡിയോയിലൂടെ ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ പോളി ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് മേജർ ഓർഗാനിക് പ്രോഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. CH3 CHBr CH2 CH3 തന്നിരിക്കുന്നത് ആരാണ്? നമ്മുടെ രണ്ടാമത്തെ കാർബണിൽ ബ്രോമിൻ ഉണ്ട്, അതായത് 2 ബ്രോമോ, ടോട്ടൽ 4 കാർബൺ ഉണ്ട്. 2 ബ്രോമോ ബ്യൂട്ടൈൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം 2 ബ്രോമോ ബ്യൂട്ടൈൻ ഇത് ആരായിട്ടുള്ള റിയാക്ഷനാണ്? റിയാക്ട് വിത്ത് പ്ലസ് NaOH ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. അതായത് വാട്ടറിൻ്റെ പ്രസൻസിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ NaOH ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ എന്ന് തരാം, അല്ലെങ്കിൽ ഇങ്ങനെയും തരാം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അക്വസ് NaOH. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഹാലോ ആൽക്കെയിൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന പാർട്ടിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. അതായത് ഹാലോ ആൽക്കെയിൻ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഹാലോ ആൽക്കെയിനാണ് ഇവിടെ കണ്ടോ, 2 ബ്രോമോ ബ്യൂട്ടൈൻ. ഓക്കെ, ഇത് ആരായിട്ടുള്ള റിയാക്ഷനാണ്? അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹാലോ ആൽക്കെയിൻസിന് അക്വസ് ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ്, ഈ സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ എന്ന് പറയുന്നവർ ആൽക്കലിയാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ അക്വസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ എന്ന് തന്നാൽ നമ്മൾ ഓർത്തോണം, ഈ ഹാലോ ആൽക്കെയിൻസ് അക്വസ് ആൽക്കലി ആയിട്ടുള്ള റിയാക്ഷൻ എപ്പോഴും ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ നടക്കുന്നത് ഹാലജനായ ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് ന്യൂക്ലിയോഫൈലായ OH- ഇവിടെ ഒരു ന്യൂക്ലിയോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കണ്ടോ, ഹാലജനായ ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് ആര് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ന്യൂക്ലിയോഫൈലായ OH വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതേ നമുക്ക് പ്രോഡക്റ്റ് എന്തെഴുതാൻ? ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് OH വരും, CH3 CHOH CH2 CH3. ഇനി റിമൈനിങ് ആയിട്ടുള്ള ഇവിടെ ഉള്ളത് കണ്ട Na+ഉം NaOH ഡിസോസിയേറ്റ് ചെയ്താൽ Na+ഉം OH- ആണ്. ആ OH- ആണ് ന്യൂക്ലിയോഫൈൽ ഹാലജനെ റീപ്ലേസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. റിമൈനിങ് ആയിട്ടുള്ള സോഡിയവും ബ്രോമിനും തമ്മിൽ ആര് പോകും? സോഡിയം ബ്രോമൈഡ് നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ടും ഫോം ചെയ്യും. അപ്പോൾ നോക്കിക്കുക, നമുക്ക് പ്രോഡക്റ്റ് ആര് കിട്ടി? 2 ബ്രോമോ ബ്യൂട്ടൈൻ. കണ്ടോ, അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ കണ്ടോ അതിൻ്റെ ബ്രോമിൻ റീപ്ലേസ് ചെയ്ത് OH ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹിയർ OH- ആക്ട് എസ് എ ന്യൂക്ലിയോഫൈൽ. അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് പറയാം, ദേ നോക്കിക്കുക, കണ്ടോ ടോട്ടൽ 4 കാർബണിൽ രണ്ടാമത്തെ കാർബണിൽ OH വന്നതുകൊണ്ട് പേര് പറയാം ബ്യൂട്ടാൻ 2-ol. ബ്യൂട്ടാൻ 2-ol അഥവാ 2 ബ്യൂട്ടനോൾ. കണ്ടോ, 2 ബ്രോമോ ബ്യൂട്ടൈൻ ഈസ് കൺവേർട്ടഡ് ടു 2 ബ്യൂട്ടനോൾ അല്ലെങ്കിൽ ബ്യൂട്ടാൻ 2-ol. കണ്ടോ, എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലെ കണ്ടോ ഇവരുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ റിയാക്ഷനെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് മാർക്കിന് സാധാരണയായിട്ട് ബോർഡ് എക്സാമിനേഷനുകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കേ, ഡിസ്കസ് ദി മെക്കാനിസം ഓഫ് SN1 റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ്. ഹാലോ ആൽക്കെയിൻസിൻ്റെ SN1 മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് എന്താണ് SN1 മെക്കാനിസം നോക്കാം. അതായത് SN1 എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഫുൾ ഫോം ഓർത്തണം. എന്താണ് SN1 മീൻസ്? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോ, N മീൻസ് ന്യൂക്ലിയോഫിലിക്, 1 എന്ന് പറയുന്നത് യൂണിമോളിക്കുലാർ, അതായത് മോളിക്കുലാരിറ്റി 1. അപ്പം നോക്കിക്കുക, എന്താണ് SN1ൻ്റെ ഫുൾ ഫോം? ഇതാണ് കേട്ടോ, ഇതിനെയാണ് നമ്മൾ SN1 എന്ന് വിളിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻ അഥവാ SN1 റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ SN1 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ SN1ൽ എപ്പോഴും
ഈ 1 കാണുമ്പോഴേ ഓർത്തണം അതിൻ്റെ ഓർഡർ 1 ആണെന്ന് നിങ്ങൾ ഓർത്തണം. നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ചിട്ടുള്ള കൺസെപ്റ്റാണ് ഓർഡറും മോളിക്കുലാരിറ്റി. അപ്പോൾ എളുപ്പം നമ്മൾ ഓർത്ത് വെക്കാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴിയാണ് SN1 മെക്കാനിസത്തിൻ്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും? ആ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓർഡർ 1 ആയതുകൊണ്ട് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്. കണ്ടോ, റേറ്റ് ആരുടെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇവിടെ റിയാക്ഷൻ്റെ റേറ്റ് ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നമ്മുടെ അപ്രോച്ച് ചെയ്യുന്ന ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് പ്രത്യേകം ഓർത്തണം. അപ്പോൾ റേറ്റ് ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇതിൻ്റെ ഓർഡർ എന്ന് പറയണത് കണ്ടോ, ഓർഡർ ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? 1. കണ്ടോ, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഓക്കെ, ഓർഡർ 1 ആണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, SN1 മെക്കാനിസം എപ്പോഴും ഇറ്റ് ഈസ് എ 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്, അതായത് ഇവിടെ നടക്കുന്ന ഹാലോ ആൽക്കെയിൻസിലെ ഹാലജനെ റീപ്ലേസ് ചെയ്ത് ന്യൂക്ലിയോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, പക്ഷേ SN1 മെക്കാനിസം പ്രകാരം പ്രോഡക്റ്റ് ഫോം ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ കാർബൺ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കും, അഥവാ ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത്. ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റയോണയിലാണ് നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് പ്രോസസ്സ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ SN1 നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ 2 സ്റ്റെപ്പ് പ്രോസസ്സ്. ഉണ്ടോ, 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്, 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത് എന്താണ്? ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ. ഇപ്പം കണ്ടോ, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് 1 നടക്കുന്ന പ്രോസസ്സാണ് ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, SN1 മെക്കാനിസം ടേർഷറി ആൽക്കൈൽ ഹാലൈഡാണ് നന്നായിട്ട് നൽകുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ SN1 ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കാർബോ കാറ്റയോൺ ആണ് ഫോം ചെയ്യണത്. ഈ കാർബോ കാറ്റയോൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റയോൺ, അതാണ് സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ സ്ലോ സ്റ്റെപ്പാണ്, സ്ലോ പ്രോസസ്സാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഫോം ചെയ്യുന്ന കാർബോ കാറ്റയോണയിലാണ് നെഗറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അതൊരു ഫാസ്റ്റ് പ്രോസസ്സാണ്. എപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ റിയാക്ഷൻ്റെ നമുക്ക് ഏറ്റവും നന്നായിട്ട് നൽകുന്ന ഇതിൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് കേട്ടോ, നിങ്ങൾ കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടേർഷറി കാർബോ കാറ്റയോണാണ് മോർ സ്റ്റേബിൾ കമ്പയർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി കാർബോ കാറ്റയോൺ. അതുകൊണ്ട് ടേർഷറി കാർബോ കാറ്റയോൺ കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ആരായിരിക്കണം? ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് SN1 മെക്കാനിസം ഏറ്റവും നന്നായിട്ട് നൽകുന്നത് ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. ആരേക്കാളും കമ്പയർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ കാർബോ കാറ്റയോണിൽ ഏറ്റവും മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരായിരിക്കും? ടേർഷറി ആണ്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ദേ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു ടേർഷറി തന്നെ എടുക്കാം. CH3 ത്രൈസ് CBr, ഒരു ടേർഷറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്താ നടക്കുന്നത്? ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ. നമുക്ക് ഇതേ കാർബോ കാറ്റയോൺ ഫോം ചെയ്യണ കാണാം. ഇതാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർത്തോണം, സ്ലോ ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. സ്ലോ ആണ്, റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇതേ ഈ കാർബൺ ഹാലജൻ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. കാർബൺ ഹാലജൻ ബോണ്ട്, കാർബണും ഇവിടുത്തെ ഹാലജനായിട്ട് ഞാനൊരു എക്സാമ്പിൾ ബ്രോമിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ കണ്ടോ, കാർബൺ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കും, ബ്രോമിന് ഏത് ചാർജും വരും? നെഗറ്റീവ് ചാർജും. അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് എന്ത് എഴുതാം? കണ്ടോ, CH3 ത്രൈസ് C+, അല്ലെങ്കിൽ എന്താ നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കാർബൺ ആറ്റത്തിൽ 3 CH3 ഗ്രൂപ്പ് ഉണ്ട്. CH3 ത്രൈസ്, ആ കാർബൺ ആറ്റത്തിന് ഏത് ചാർജ് വന്നു? പോസിറ്റീവ് ചാർജ്. C+ ഉണ്ടായി, പ്ലസ് ഹാലജൻ എന്തായിട്ട് മാറി? Br-.
ഉണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ആര് ഫോം ചെയ്തു? കാർബോകാറ്റയോൺ ഫോം ചെയ്തു. ഇനി സ്റ്റെപ്പ് 2ലാണ് എന്ത് നടക്കുന്നത്? ഈ കാർബോകാറ്റയോണയിലാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ പോണത്. അതെപ്പോഴും ഒരു ഫാസ്റ്റ് പ്രോസസ് ആയിരിക്കും. സ്റ്റെപ്പ് 2ൽ എന്താണ് നടക്കുന്നത്? ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ഓൺ കാർബോകാറ്റയോൺ. ഇപ്പോൾ ദേ നമ്മുടെ കാർബോകാറ്റയോൺ എടുക്കുകയാണ്. നമ്മുടെ കാർബോകാറ്റയോൺ ഫോം ചെയ്ത് നമ്മളൊരു ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് എടുത്തുകൊണ്ട് കണ്ട ഒരു ടേർഷറി ആയിട്ടുള്ള കാർബോകാറ്റയോൺ ആണ് ഫോം ചെയ്തത്. ഇതിലാണ് നമ്മുടെ ന്യൂക്ലിയോഫൈലായിട്ട് ഞാൻ ഇവിടെ അതേ OH- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫാസ്റ്റ് പ്രോസസ്സ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കണ്ടോ സ്ലോവസ്റ്റ് പ്രോസസ്സാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ കണ്ടോ പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണെ നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്ത്. അപ്പോൾ C+ഉം OH- കണ്ടോ ഒരു ടേർഷറി കാർബോകാറ്റയോൺ ആയതുകൊണ്ട് അതിൽ OH ഗ്രൂപ്പ് വന്നാൽ പ്രോഡക്റ്റ് കണ്ട ഒരു ടേർഷറി ആൽക്കഹോൾ ആയിരിക്കും. നമുക്ക് ടേർഷറി ആൽക്കഹോളായ CH3 ത്രൈസ് കണ്ടോ COH കണ്ടോ ഒരു ടേർഷറി ആൽക്കഹോൾ ഫോം ചെയ്ത്. കണ്ടോ ഏത് ആൽക്കഹോളാണ് ഫോം ചെയ്ത പ്രോഡക്റ്റ്? ഒരു ടേർഷറി ആൽക്കഹോൾ. ഇതാണ് നമ്മുടെ SN1 മെക്കാനിസം പറയണത്. അപ്പോൾ SN1 മെക്കാനിസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഓർത്തോണം, 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഒൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടോ കാർബോകാറ്റയോണിൻ്റെ ഫോർമേഷൻ ആണ്. അത് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. ഇറ്റ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അതുകൊണ്ട് കാർബോകാറ്റയോണിൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് ടേർഷറി ആണ്. ടേർഷറി കാർബോകാറ്റയോൺ കിട്ടണമെങ്കിൽ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് ആരായിരിക്കണം? ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും SN1 റിയാക്ഷൻ ഈസ് മോർ റിയാക്റ്റീവ്. ഏത് ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും? ടേർഷറി ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ ഇവരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ചോദിച്ചാൽ എന്ത് പറയാം? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ നമുക്ക് പറയാൻ കണ്ടോ ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ചോദിച്ചാൽ എന്ത് പറയാൻ സാധിക്കും? ഏറ്റവും കൂടുതൽ ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും SN1 മെക്കാനിസം നൽകുന്നത്. ദെൻ സെക്കൻഡറി, ഏറ്റവും ലീസ്റ്റ് ആരായിരിക്കും? പ്രൈമറി. കാരണം എന്തെന്ന് വെച്ചാൽ പ്രൈമറി കാർബോകാറ്റയോൺ ലെസ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എടുത്താൽ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈമറി കാർബോകാറ്റയോണേ കിട്ടുകയുള്ളൂ. നമുക്ക് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ കിട്ടണമെങ്കിൽ നമ്മളുടെ ആൽക്കൈൽ ഹാലൈഡ് ആരായിരിക്കണം? ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കണം. ഇതാണ് SN1 മെക്കാനിസം പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ നിങ്ങൾക്ക് മെക്കാനിസം ചോദിക്കാം, അല്ലെങ്കിൽ റീസണിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ഏത് കാർബോകാറ്റയോൺ അല്ലെങ്കിൽ ഏത് ആൽക്കൈൽ ഹാലൈഡാണ് SN1 മെക്കാനിസം ഫാസ്റ്റർ നൽകുന്നത്, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ SN1 മെക്കാനിസം ഡിസ്കസ് ചെയ്തു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം എന്തെന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് പെയർസ് ഓഫ് ഹാലജൻ കോമ്പൗണ്ട്സ് വിച്ച് വുഡ് അണ്ടർഗോ SN2 റിയാക്ഷൻ ഫാസ്റ്റർ. അപ്പോൾ നമ്മുടെ SN1 റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു മെക്കാനിസമാണ്, SN1ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു മെക്കാനിസമാണ് SN2 റിയാക്ഷൻ. അതായത് ന്യൂക്ലിയോഫിലിക് SN2 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ മെക്കാനിസം. ഈ SN2 മെക്കാനിസം ആകുമ്പോൾ ഇവരുടെ റിയാക്ടിവിറ്റി ഓർഡർ നേരെ റിവേഴ്സ് ആണ്. SN1ൽ ടേർഷറിയാണ് മോർ റിയാക്റ്റീവ് എങ്കിൽ നിങ്ങൾ ഓർത്തോണം SN2 മെക്കാനിസത്തിൽ എപ്പോഴും മോർ റിയാക്റ്റീവ് നമ്മുടെ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. ടേർഷറി ആരായിരിക്കും? ലീസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ SN2ൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ചോദിച്ചാൽ കേട്ടോ ഓർത്തോണേ, SN2 ആണെങ്കിൽ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ പ്രൈമറി ആണ്. ദെൻ സെക്കൻഡറി, ഏറ്റവും ലീസ്റ്റ് ആണ് ടേർഷറി. എൻ്റെ റീസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ആകുമ്പം കണ്ടോ ഒന്നിലധികം ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് റിയാക്ടിവിറ്റി ഏറ്റവും ലീസ്റ്റ്. ഓക്കെ, അതുകൊണ്ട് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും SN2 മെക്കാനിസം ഏറ്റവും നന്നായിട്ട് നൽകുന്നത്. അപ്പോൾ എങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കാം. നോക്കിക്കേ, എങ്കിൽ ആരാണ് SN2 മെക്കാനിസം ഫാസ്റ്റർ ആയിട്ട് നൽകണമെന്നാണ്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന നോക്കിക്കേ, ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഡയറക്റ്റ് ഒരു കാർബൺ ഒരു പ്രൈമറിയാണ്. ഓക്കെ, ഇവിടെ ആരാ കൊടുത്തിരിക്കുന്നത്? ക്ലോറിൻ അറ്റാച്ച് ചെയ്ത. ഇതിന് വേണേൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. ഇതിങ്ങനെ വന്നത്, അതായത് CH3 CH ഒരെണ്ണം ബ്രാഞ്ചായിട്ട് വീണ്ടും CH3 Cl.
ഇതാണ് CH3 ട്വൈസ് CHCl. ഇവിടെ നോക്കിക്കേ, ഹാലജനായ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത ഈ ഒരു കാർബൺ 2 കാർബൺ ആറ്റമായിട്ട് ഡയറക്ട്ലി ബോണ്ടഡ് ആയതുകൊണ്ട് ഇത് ആരാണ്? ഒരു സെക്കൻഡറി ഹാലോ ആൽക്കൈൻ അഥവാ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു പ്രൈമറിയും സെക്കൻഡറിയും തന്നാൽ SN2 റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മോർ ഫാസ്റ്റർ ആരായിരിക്കും? പ്രൈമറി ആയിരിക്കും. SN2 ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുകൊണ്ട് ആൻസർ ഏത് പറയാം? മോർ റിയാക്റ്റീവ് ചോദിച്ചാൽ CH3 CH2 CH2Cl. കണ്ടോ, ഒന്നാമത്തേൻ്റെ ആൻസർ നമുക്ക് ആര് പറയാം? ആൻസറായിട്ട് പറയാം. മോർ റിയാക്റ്റീവ് ആരാണ്? CH3 CH2 CH2Cl. ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയതുകൊണ്ട്. ഓക്കെ, എങ്കിൽ രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത് ഇതേ ചോദ്യം തന്നെ SN2 റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് നൽകുന്നത് CH3 CH2 CH2I. ഒരെണ്ണം അയഡോ പ്രൊപ്പൈൻ ആണ് തന്നിരിക്കണം. ഓക്കെ, ഒരെണ്ണം ബ്രോമോ പ്രൊപ്പൈൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ രണ്ടുപേരും നോക്കിക്കേ പ്രൈമറി ഹാലോ ആൽക്കൈൻസ് അല്ലേ? നോക്കിക്കേ, രണ്ടും അയഡോ പ്രൊപ്പൈനും ബ്രോമോ പ്രൊപ്പൈനും രണ്ടുപേരും പ്രൈമറിയാണ്. അപ്പോൾ രണ്ടുപേരും നമുക്കറിയാം പ്രൈമറി ഹാലോ ആൽക്കൈൻസ് ആണ് SN2 മെക്കാനിസം ഫാസ്റ്ററായിട്ട് നൽകുന്നത്. ഇവിടെ രണ്ടുപേരും പ്രൈമറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹാലജനെ നമ്മൾ നോക്കണം. ഹാലജനിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ലീവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അയഡിൻ ആയിരിക്കും കേട്ടോ. എപ്പോഴും ഹാലജൻ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കേട്ടോ അയഡിനാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ബ്രോമിൻ, ദെൻ ക്ലോറിൻ ഏറ്റവും. കാരണം എന്തെന്ന് വെച്ചാൽ അയഡിന് ലാർജർ സൈസ് ഉണ്ട്, അതുപോലെ തന്നെ കാർബണും അയഡിനുമായിട്ടുള്ള ബോണ്ട് ലെങ്ത് കൂടുതലായതുകൊണ്ട് ആ ബോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഈ ലാർജർ സൈസ് ഉള്ളത് കൊണ്ട് അയഡിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കേട്ടോ ബെറ്റർ ആയിട്ടുള്ള ലീവിങ് ഗ്രൂപ്പ് എപ്പോഴും ഹാലജനിൽ അയഡിൻ ആയിരിക്കും. അവരുടെ ലീവ് ചെയ്യുന്നതിൻ്റെ ആ ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ ബ്രോമിനും ഉണ്ട്, ഒരെണ്ണത്തിൽ അയഡിനും ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അയഡിനാണ്. അതായത് ഹാലജനെ റീപ്ലേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആര് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ? നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഏറ്റവും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹാലജൻ ആരാണ്? അയഡിനാണ്. അതുകൊണ്ട് ആൻസർ ഏത് വരും? CH3 CH2 CH2I. ഓക്കെ അല്ലേ? നമ്മൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കണ്ടുതരാം, നമ്മൾ ഇവരുടെ SN1 SN2 ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇവരുടെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെ അവരുടെ മെക്കാനിസം പാർട്ടിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യനും നമ്മൾ കണ്ട SN1ഉം SN2 മെക്കാനിസം, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ 2 മെക്കാനിസമായ SN1ഉം SN2 ആയിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൈറാൽ മോളിക്യൂൾ. അപ്പോൾ അടുത്ത നമ്മുടെ ഇവരുടെ ഒപ്റ്റിക്കൽ ഐസോമെർസോ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കണ്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൈറാൽ മോളിക്യൂൾ. ഒരു കൈറാൽ മോളിക്യൂൾ അല്ലാത്തതാരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കൈറാൽ മോളിക്യൂൾ? അതായത് കൈറാൽ മോളിക്യൂൾ ആണെങ്കിൽ അതിലൊരു കൈറാൽ കാർബൺ അല്ലെങ്കിൽ അസിമെട്രിക് ആയിട്ടുള്ള ഒരു കാർബൺ ഉണ്ടായിരിക്കണം. അതായത് കൈറാൽ കാർബൺ മീൻസ് ആ കാർബൺ ആറ്റത്തിലെ 4 ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആയെങ്കിൽ മാത്രമേ നമ്മൾ ആ കാർബണിന് കൈറാൽ കാർബൺ എന്ന് പറയുകയുള്ളൂ. കൈറാൽ കാർബൺ എക്സിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ മോളിക്യൂൾ ആരാകുകയുള്ളൂ? കൈറാൽ മോളിക്യൂൾ ആകുകയുള്ളൂ. അപ്പോൾ കൈറാൽ മോളിക്യൂളിൻ്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൈറാൽ മോളിക്യൂൾ എല്ലാം നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഫോം ചെയ്യിക്കുകയുള്ളൂ. അവരെല്ലാവരും ഒപ്റ്റിക്കലി ആക്റ്റീവാണ് എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൈറാൽ മോളിക്യൂൾ ആണെങ്കിൽ നമുക്ക് കൈറാൽ കാർബൺ ഉണ്ടോ എന്ന്, അഥവാ കൈറാൽ കാർബൺ അല്ലെങ്കിൽ സ്റ്റീരിയോ സെൻറ്റർ എന്ന് വിളിക്കും, അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ കോമ്പൗണ്ട് നോക്കിക്കേ, ബ്രോമോ ക്ലോറോ അയഡോ മീഥൈൻ. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടോ എന്ന് വരച്ച് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ടാണ് ബ്രോമോ ക്ലോറോ അയഡോ മീഥൈൻ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ടാണ് മീഥൈൻ. ഓക്കെ, CH4. അപ്പോൾ ബ്രോമോ ക്ലോറോ അയഡോ മീഥൈൻ എന്ന് വെച്ചാൽ മീഥൈനിലെ ഒരു ഹൈഡ്രജൻ മാറി ബ്രോമിൻ വരണം, മറ്റൊരു ഹൈഡ്രജൻ മാറി ക്ലോറിൻ വരണം, അടുത്തൊരു ഹൈഡ്രജൻ മാറി ആര് വരണം? അയഡിൻ വരണം. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ അതേ ഒരു ഹൈഡ്രജൻ മാറി, മീഥൈനിലെ ഒരു ഹൈഡ്രജൻ മാറി ആദ്യം ബ്രോമിൻ, മറ്റൊരു ഹൈഡ്രജൻ മാറി ക്ലോറിൻ, വേറൊരു ഹൈഡ്രജൻ മാറി അയഡിൻ, മറ്റൊരു ഹൈഡ്രജൻ അവിടെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതല്ലേ ബ്രോമോ ക്ലോറോ അയഡോ മീഥൈൻ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് നമ്മുടെ ചോദ്യം കൈറാൽ മോളിക്യൂൾ അല്ലാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൈറാൽ മോളിക്യൂളിലെല്ലാം ഒരു കൈറാൽ കാർബൺ അഥവാ സ്റ്റീരിയോ സെൻറ്റർ ഉണ്ടായിരിക്കും. ഇതേ നോക്കിക്കേ,
അതായത് ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരെണ്ണം ബ്രോമിൻ, ഒരെണ്ണം ക്ലോറിൻ, ഒരെണ്ണം അയഡിൻ, ഒരെണ്ണം ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ ഒരു കൈറാൽ കാർബൺ അഥവാ സ്റ്റീരിയോ സെൻറ്റർ എക്സിസ്റ്റ് ചെയ്യണുണ്ട്. അപ്പോൾ ഇതൊരു കൈറാൽ മോളിക്യൂൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എ അല്ലെന്ന് നമ്മുടെ ആൻസർ അല്ലെന്ന് മനസ്സിലായി. എ ഒരു കൈറാൽ മോളിക്യൂൾ ആണ്. നമ്മുടെ ചോദ്യം വിച്ച് ഈസ് നോട്ട് എ കൈറാൽ മോളിക്യൂൾ, കൈറാൽ മോളിക്യൂൾ അല്ലാത്തത് ആരെന്നാണ് കണ്ടുപിടിക്കേണ്ട. എങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം. പ്രൊപ്പാൻ ടുവോൾ ഒന്ന് വരച്ച് നോക്കാം. പ്രൊപ്പാൻ ടുവോൾ എന്ന് പറയുമ്പോൾ പ്രൊപ്പ് 3 കാർബൺ, പ്രൊപ്പാൻ ഏനിയ പറഞ്ഞിരിക്കണം, അപ്പോൾ സിംഗിൾ ബോണ്ട്. ഓക്കെ, 2 ഓൾ എന്നാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ്. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ട് ഹൈഡ്രജൻ കൊടുക്കാം. ഒന്നും പോയിട്ട് ഇവിടെ 3 ഹൈഡ്രജൻ, 1 2 3, ഒരു ഹൈഡ്രജൻ, ഒന്നും പോയിട്ട് ഇവിടെ 3 ഹൈഡ്രജൻ. ഇതല്ലേ പ്രൊപ്പാൻ ടുവോൾ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമ്പൗണ്ടാണ് പ്രൊപ്പാൻ ടുവോൾ. പ്രൊപ്പാൻ ടുവോൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ 2 പ്രൊപ്പനോൾ എന്ന് വിളിക്കും. ഈ പ്രൊപ്പാൻ ടുവോൾ ഒന്ന് നോക്കിക്കേ. ഈ കാർബൺ ആറ്റം കൈറാലാണോ എന്ന് ചെക്ക് ചെയ്ത് ഈ കാർബണിൽ കണ്ടോ സെയിം ആയിട്ടുള്ള 3 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. അപ്പോൾ കൈറാലല്ല, 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആയിരിക്കണം. എങ്കിൽ രണ്ടാമത്തെ കാർബൺ നോക്കാം. രണ്ടാമത്തെ ഈ കാർബൺ നോക്കിക്കേ. ഈ കാർബൺ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് H ആണ്, ഒരെണ്ണം ഹൈഡ്രജൻ ആണ് വന്നിരിക്കുന്നത്, ഒരെണ്ണം ഈ കാർബണിലുള്ള അടുത്തത് OH ആണ്. ബാക്കി വേറെ ഒരെണ്ണം നോക്കിക്കേ. ഒരെണ്ണം CH3 ആണ്, ഒരെണ്ണം CH3. ഇവിടെ നോക്കിക്കേ, 2 ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്, ഒരെണ്ണം ഹൈഡ്രജനും OHും. പക്ഷേ മൂന്നാമത്തെ CH3യും CH3 ഈ കാർബണിൽ കണ്ടോ 4ഉം ഡിഫറൻ്റ് ആയിട്ടല്ല വന്നിരിക്കണം. ഒരെണ്ണം ഹൈഡ്രജനും OHും വന്ന് ബാക്കി 2 എണ്ണം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്, CH3 ഗ്രൂപ്പ്. 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആയെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ കൈറാൽ എന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കൈറാൽ മോളിക്യൂൾ ആണോ? അല്ല. ബാക്കിയും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ബ്യൂട്ടാൻ ടുവോൾ സംശയം ഉണ്ട്. അതേ ബ്യൂട്ടാൻ ടുവോൾ എന്ന് വരച്ച് നോക്കുമ്പോൾ സിമിലർലി CH3 CHOH CH2 CH3. ബ്യൂട്ടാൻ ടുവോൾ നോക്കിക്കേതേ ഈ കാർബണിൽ 3 ഹൈഡ്രജൻ. ഈ കാർബൺ കൈറാൽ കാർബൺ അല്ല. പക്ഷേ ഈ ഒരു കാർബൺ നോക്കിക്കേ, രണ്ടാമത്തെ കാർബൺ. ഈ രണ്ടാമത്തെ കാർബണിൽ ഒരു ഗ്രൂപ്പ് CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, മറ്റൊരു ഗ്രൂപ്പ് H വന്നിട്ടുണ്ട്, മറ്റൊരു ഗ്രൂപ്പ് OH വന്നിട്ടുണ്ട്, മറ്റൊരു ഗ്രൂപ്പ് ഈഥൈൽ ഗ്രൂപ്പ് അഥവാ CH2 CH3. കണ്ടോ, ഈ കാർബണിലെ 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആണ്. ഇതും ആരാണ്? കൈറാലാണ്. ലാസ്റ്റ് തന്നിരിക്കുന്ന 2 ക്ലോറോ ബ്യൂട്ടൈൻ. 2 ക്ലോറോ ബ്യൂട്ടൈൻ സിമിലർ തന്നെ. ഇപ്പം നമ്മുടെ ഇത് ബ്യൂട്ടാൻ ടുവോളിലെ കണ്ടോ OH മാറി അവിടെ ക്ലോറിൻ വന്നാൽ മതി. CH3 CHCl CH2 CH3 2 ക്ലോറോ ബ്യൂട്ടൈൻ. ഇവിടെയും ഇതേ നോക്കിക്കേ, ഈ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് രണ്ടാമത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് H, ഒരെണ്ണം ക്ലോറിൻ, ഒരെണ്ണം CH3 മീഥൈൽ, ഒരെണ്ണം ഈഥൈൽ. ഈ ഗ്രൂപ്പ് ആരാണ്? കണ്ടോ, ഈ കാർബണും കൈറാൽ കാർബൺ. അപ്പോൾ ദേ നമ്മുടെ ACD ആ 3 ഓപ്ഷൻ നോക്കുമ്പോൾ 3 ഓപ്ഷനിലും കാർബണിൽ കണ്ടോ കൈറാൽ കാർബൺ എക്സിസ്റ്റ് ചെയ്യണതുകൊണ്ട് അവർ 3 പേരും കൈറാൽ മോളിക്യൂളാണ്. പക്ഷെ നമ്മുടെ പ്രൊപ്പാൻ ടുവോൾ നോക്കുമ്പോൾ കണ്ടോ പ്രൊപ്പാൻ ടുവോളിൽ കൈറാൽ കാർബൺ ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ കൈറാൽ മോളിക്യൂൾ. അതുകൊണ്ട് ഏത് ഓപ്ഷൻ? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എളുപ്പമുള്ളൊരു ചോദ്യമാണ്, കൈറാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ കണ്ടോ, അതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന പാട്ടിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻ ആൽക്കൈൽ ഹാലൈഡ് ഹാവിംഗ് മോളിക്കുലാർ ഫോർമുല C4H9Cl ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. വാട്ട് ഈസ് ഇറ്റ് സ്ട്രക്ചർ? അപ്പോൾ നമുക്ക് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. C4H9Cl എന്ന ഒരു ആൽക്കൈൽ ഹാലൈഡ് കണ്ടോ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകണമെങ്കിൽ ആരായിരിക്കണം? ഒരു കൈറാൽ മോളിക്യൂൾ ആയിരിക്കണം, അഥവാ അതിലൊരു കൈറാൽ കാർബൺ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് C4H9Clൻ്റെ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറാണ് ചോദിച്ചിരിക്കണം. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ C4H9Cl വെച്ച് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചറും ആദ്യം വരച്ച് നോക്കണം. എന്നിട്ട് അതിൽ കൈറാൽ കാർബൺ ഉള്ളതല്ലേ നമ്മുടെ ആൻസറായിട്ട് വരുള്ളൂ. ഒപ്റ്റിക്കലി ആക്റ്റീവും ആയിരിക്കണം. അപ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം. C4H9Cl ആ മോളിക്കുലാർ ഫോർമുല വരുന്ന അവരുടെ നമുക്ക് ഐസോമർ എല്ലാം വരച്ച് നോക്കാം. ആദ്യം 4 കാർബൺ ഉണ്ട്, 4 കാർബണും ഒരു ക്ലോറിനും. അപ്പം നമുക്ക് വേണേൽ വരക്കാം. 4 കാർബൺ ഉണ്ട്, 1 2 3 4 സിംഗിൾ ബോണ്ട് ആൽക്കൈനാണ്. C4H10 ബ്യൂട്ടൈനിലെ ഒരു ഹൈഡ്രജൻ മാറിയാണ് ക്ലോറിൻ വന്നത്. അപ്പം കണ്ട ബ്യൂട്ടൈനിലെ ഹൈഡ്രജൻ മാറിയ ക്ലോറിൻ വന്നത്. ഇപ്പോൾ സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വേണേൽ ഒന്നാമത്തേൽ ക്ലോറിൻ ഒന്ന് കൊടുത്ത് നോക്കാം. ഞാൻ ഇവിടെ ഒന്ന് ക്ലോറിൻ കൊടുക്കാം ഒന്നാമത്തെ പൊസിഷനിൽ. ബാക്കി ദേ ഇവിടെ ഹൈഡ്രജൻ ഒന്നും പോയിട്ട് 3, ഇവിടെ 2,
കാർബണിൻ്റെ വാലൻസി 4 സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി നമ്മളിതേ ഹൈഡ്രജനെയും കൊടുത്ത് 1 2 ഇവിടെ 2. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ കാർബൺ നോക്കുമ്പോൾ അതിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 3 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ സെയിം വന്നു, ഇവിടെയും 2 സെയിം ഹൈഡ്രജൻ വന്നു, ഈ കാർബണിൽ എന്തേ 2 സെയിം ഹൈഡ്രജൻ. ഒരു കാർബണിലെ 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫോർമുല കണ്ടോ, C4H9Cl ആയിരുന്നു. ഓക്കെ, പക്ഷേ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? അല്ല, കാര്യം ഇതിൽ കൈറാൽ കാർബൺ ഇല്ല. ഓക്കെ, എങ്കിൽ ഇതിൻ്റെ തന്നെ പോസിബിൾ ആയിട്ടുള്ള ഈ കോമ്പൗണ്ട് ഇപ്പോൾ വരച്ചതിൻ്റെ തന്നെ നമുക്ക് മറ്റൊരു ഐസോമർ വരച്ച് നോക്കാം. ഇപ്പം ഞാൻ നോക്കിക്കേ, ഒന്നാമത്തെ കാർബണിലാണ്, ഇതിൻ്റെ പേരെന്ന് പറയണത് ഞാനിപ്പോൾ വരച്ചത് 1-ക്ലോറോബ്യൂട്ടൈൻ ആണ്. 1-ക്ലോറോബ്യൂട്ടൈൻ. ഇപ്പം ഇതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള മറ്റൊരു ഐസോമറാണ് ഈ ക്ലോറിൻ. ഹാലജൻ്റെ പൊസിഷൻ ഞാൻ സെക്കൻഡ് പൊസിഷനിലായിട്ട് മാറ്റിയാൽ എനിക്ക് 2-ക്ലോറോബ്യൂട്ടൈൻ കിട്ടും. അതൊന്ന് വരച്ച് നോക്കാം. C4H9Cl അതേ ഫോർമുല വരുന്നത് ഉണ്ട്. 2-ക്ലോറോബ്യൂട്ടൈൻ ആകുമ്പോൾ അതേ രണ്ടാമത്തതിൽ ക്ലോറിൻ ഉണ്ട്, CH3 CHCl CH2 CH3. ഇതാരാണ്? 2-ക്ലോറോബ്യൂട്ടൈൻ. നോക്കിക്കേ, 2-ക്ലോറോബ്യൂട്ടൈൻ ഇതിനും ഫോർമുല നോക്കാം. C4H9Cl വന്നിരിക്കണം. 1 2 3 4 C4H 3 2 5 1 6 3 9 C4H9Cl ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നോക്കിക്കേ, ഈ കാർബൺ കൈറാൽ കാർബൺ അല്ല, 3 സിമിലർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ട്, ഐഡൻറ്റിക്കൽ ഹൈഡ്രജൻ ഉണ്ട്. അടുത്ത കാർബൺ നോക്കിക്കേ, ഈ കാർബൺ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ്, ഒരെണ്ണം ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലോറിൻ, ഒരെണ്ണം ഹൈഡ്രജൻ H, അടുത്തതാരാ? ഈഥൈൽ ഗ്രൂപ്പ്. 4 ഡിഫറൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് കണ്ടോ, ആ കാർബൺ നമുക്ക് പറയാം ഒരു കൈറാൽ കാർബൺ ആണ്. അതുകൊണ്ട് ഈ സ്ട്രക്ചറുള്ള കണ്ടോ 2-ക്ലോറോബ്യൂട്ടൈൻ അല്ലെങ്കിൽ പറയാം ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? കണ്ടോ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. കാര്യം കൈറാൽ കാർബൺ എക്സിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുകയുള്ളൂ. ഇങ്ങനെയുള്ളവരെപ്പോഴും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജസേ ഫോം ചെയ്യുള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു ഐസോമറും കൂടെ നമുക്ക് വരച്ച് നോക്കാം. ഇനി പോസിബിൾ ആകുന്ന മറ്റൊരു ഐസോമർ എന്ന് പറയുന്നത് ഇതുകൂടെയാണ്. നമുക്ക് നോക്കാം. ദേ C4H9Cl വരുന്ന മറ്റൊരു ഫോർമുല എന്ന് പറയുമ്പോൾ ദേ ഞാൻ ഈ മീഥൈൽ ഗ്രൂപ്പ് ഈ കാർബണിൽ തന്നെ ബ്രാഞ്ചായിട്ട് കൊടുക്കുകയാണ്. ഈ ഹൈഡ്രജനെ ഞാൻ ദേ റൈറ്റിലായിട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ദേ 3 കോമ്പൗണ്ട് വരച്ച്. 1 C4H9Cl വരുന്ന 3 കോമ്പൗണ്ട്. ദേ മൂന്നാമത്തെ കോമ്പൗണ്ട് ഉണ്ടോ? ഇതിൻ്റെ ഫോർമുല നോക്കിക്കേ, C4H9Cl എന്നല്ലേ, 2-ക്ലോറോ 2-മീഥൈൽ ബ്യൂട്ടൈൻ. 2-ക്ലോറോ 2-മീഥൈൽ ബ്യൂട്ടൈൻ നോക്കിക്കേ, ഈ 3 കാർബൺ നോക്കിയാലും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ട്, കൈറാലല്ല. ഈ കാർബൺ നോക്കിയാലും നോക്കിക്കേ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് അല്ല, 3 മീഥൈൽ ഗ്രൂപ്പും സെയിമാണ് വന്നിരിക്കണം. അപ്പോൾ ഇതൊരു കൈറാൽ മോളിക്യൂൾ അല്ല. കൈറാൽ മോളിക്യൂൾ അല്ലാത്തത് കൊണ്ട് അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. അപ്പം നമുക്ക് 3 ഐസോമർ നമ്മൾ വരച്ച് വെച്ചു. അതിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഏതേ ഉള്ളൂ? നമ്മുടെ രണ്ടാമത്തതേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, അതിൻ്റെ സ്ട്രക്ചർ ഓക്കെ അല്ലേ? സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏത് കോമ്പൗണ്ടാണ്? C4H9Cl ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? 2-ക്ലോറോബ്യൂട്ടൈൻ ആണ്. ഈ സ്ട്രക്ചറാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞത്. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന പാട്ടിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യം. എ മിക്സർ കണ്ടെയ്നിങ് 2 എനാൻഷ്യോമേഴ്സ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ. അതായത് 2 എനാൻഷ്യോമേഴ്സിൻ്റെ ഈക്വൽ പ്രൊപ്പോർഷനിലുള്ള മിക്സ്ചർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഫോം ചെയ്യിക്കുന്ന സ്റ്റീരിയോ ഐസോമേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എനാൻഷ്യോമെർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 എനാൻഷ്യോമെറിൻ്റെ ഈക്വൽ പ്രൊപ്പോർഷനിലുള്ള മിക്സ്ചറിനെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദിച്ചത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, 2 എനാൻഷ്യോമെറിൻ്റെ ഈക്വൽ പ്രൊപ്പോർഷനിലുള്ള മിക്സ്ചറിനെ നമ്മൾ എന്ത് വിളിക്കും? റെസിമിക് മിക്സ്ചർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റെസിമിക് മിക്സ്ചർ. പിന്നെ ഈ റെസിമിക് മിക്സ്ചറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഒരെണ്ണം എന്ന് പറയുന്ന ഈ റെസിമിക് മിക്സ്ചർ പോകുമ്പോൾ ഇവർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. അതായത് ഒരെണ്ണം എപ്പോഴും ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരിക്കും, ഒരെണ്ണം എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. അതായത് ഇവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒരെണ്ണം നമ്മുടെ ലൈറ്റിനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും, ഒരെണ്ണം റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും. ഇവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നേരെ ക്യാൻസൽ ആകും. അതുകൊണ്ട് നമുക്ക് പറയാം എ മിക്സ്ചർ കണ്ടെയ്നിങ് 2 എനാൻഷ്യോമേഴ്സ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ.
അതിന് മോർ ആപ്റ്റ് ആയിട്ടുള്ള ഏത് വരും? വിൽ ബി കോൾഡ് റെസിമിക് മിക്സ്ചർ. അത് ശരിയാണ്. പക്ഷേ സെക്കൻഡ് ഓപ്ഷനിൽ പറയുന്ന വിൽ ബി കോൾഡ് എ റെസിമിക് മിക്സ്ചർ ആൻഡ് വിൽ ഹാവ് സീറോ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. കണ്ട, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വാല്യൂ 0 ആയിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തണം, റെസിമിക് മിക്സ്ചറിൻ്റെ എപ്പോഴും ഒപ്റ്റിക്കൽ റൊട്ടേഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരെണ്ണം ലീവോയും ഒരെണ്ണം ഡെക്സ്ട്രോയും ആണ്. അത് ക്യാൻസൽ ആകുന്നതുകൊണ്ടാണ് 0 ആകുന്നത്. പിന്നെ പറയുന്ന വിൽ ഹാവ് ഇൻവേർട്ടഡ് കോൺഫിഗറേഷൻ, വിൽ ഹാവ് 0 ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. അപ്പോൾ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏത് വരും? അതിനെ റെസിമിക് മിക്സ്ചർ എന്നും വിളിക്കുക. അവർക്ക് 0 ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. അപ്പോൾ ഏത് ഓപ്ഷനേ വരുള്ളൂ? സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. നമുക്ക് മോർ സ്യൂട്ടബിൾ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിലെ മറ്റൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞു. കണ്ട, ഒപ്റ്റിക്കൽ ഐസോമർസ് ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എ ആൻഡ് ബി ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ. നമുക്കൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലെ കണ്ട എയുടെയും ബിയുടെയും സ്ട്രക്ചർ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സ്ട്രക്ചറൽ ഫോർമുല. അപ്പം ആദ്യം നമ്മൾ കണ്ട ഒരു ഹാലോ ആൽക്കൈൻ തന്നെയാണ്. നോക്കിക്കുക, ആദ്യം ആരാണ് കൊടുത്തിരിക്കുന്നത്? നമുക്ക് 2-ബ്രോമോബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഒരു ഹാലോ ആൽക്കൈനാണ് കൊടുത്തിരിക്കുന്നത്. ആരാണ്? 2-ബ്രോമോബ്യൂട്ടൈൻ. ഇവിടെ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇതേ 2-ബ്രോമോബ്യൂട്ടൈൻ കണ്ടോ, KOH നമുക്ക് തന്നത് NaOH ഇൻ പ്രസൻസ് ഓഫ് വാട്ടറിൻ്റെ പ്രസൻസിലായിരുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പലർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് ഏതെങ്കിലും ഒരു ഹാലോ ആൽക്കൈൻസ് അക്വസ് ആൽക്കലി വന്നെങ്കിൽ മാത്രമേ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുള്ളൂ. ആൽക്കഹോളിക് KOH, അതായത് ആൽക്കഹോളിക് മീഡിയത്തിലാണ് റിയാക്ഷൻ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എലിമിനേഷൻ റിയാക്ഷൻ അഥവാ ബീറ്റ എലിമിനേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ. അപ്പോൾ ഇത് ഏത് റിയാക്ഷൻ എക്സാമ്പിളാണ്? ഒരു ഹാലോ ആൽക്കൈൻസ് ആൽക്കഹോളിക് KOH കണ്ടോ, തന്നിരിക്കുന്നത് ഒരു സെക്കൻഡറി ഹാലോ ആൽക്കൈൻസ് ആണ്. അപ്പോൾ ഹാലോ ആൽക്കൈൻസ് കണ്ടോ, നമുക്ക് പറയാം ആൽക്കഹോളിക് മീഡിയത്തിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ എന്തിന് എക്സാമ്പിളാണ്? ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ബീറ്റ എലിമിനേഷൻ എന്ന പേര് വരാൻ കാരണം ഇവിടെ എലിമിനേഷൻ നടത്തുന്നത് ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പേര് ഡീഹൈഡ്രോ ഹാലജനേഷൻ. ദാറ്റ് മീൻസ് ഡി മീൻസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹാലജൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും നിങ്ങൾക്കൊരു പ്രൈമറിയോ സെക്കൻഡറിയോ ഹാലോ ആൽക്കൈൻസ് തന്നിട്ട് ആൽക്കഹോളിക് KOH തന്നാൽ നിങ്ങൾ ഓർത്തോണം അത് ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ ആണ്. പ്രോഡക്റ്റ് വിൽ ബി ഒരു ആൽക്കീൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഈ റിയാക്ഷനെ നമ്മൾ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ബീറ്റ ഹൈഡ്രജൻ ആയിരിക്കും റിമൂവ് ചെയ്യണം. അപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലെ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതാം. CH3 CHBr CH2 CH3 ആൽക്കഹോളിക് KOH, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം KOH ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. നിങ്ങൾക്ക് ചിലപ്പോൾ ആൽക്കഹോളിക് KOH അല്ലെങ്കിൽ KOH ഇൻ പ്രസൻസ് ഓഫ് എഥനോൾ എന്നോ ഏതെങ്കിലും ഒരു ആൽക്കഹോൾ തരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ആൽഫയും ബീറ്റയും ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മുടെ ഹാലജൻ ആണ് ബ്രോമിൻ. ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണെ ഞാൻ ആൽഫ കാർബൺ എന്ന് വിളിച്ചു. ആൽഫ കാർബൺ ആറ്റമായിട്ട് ബോണ്ടഡ് ആയിട്ടുള്ള കാർബണിനെയാണ് നമ്മൾ ബീറ്റ കാർബൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഈ കാർബണിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ കാർബൺ ആറ്റമായിട്ടും ബോണ്ടുണ്ട്, റൈറ്റിലും ബോണ്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കേ, 2 ബീറ്റ കാർബൺ ഉണ്ട്. അപ്പോൾ ബീറ്റ കാർബണിലെ ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബീറ്റ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ഈ റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്, അഥവാ ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആൽഫ കാർബണിൽ നിന്നായിരിക്കും എപ്പോഴും ഹാലജൻ എലിമിനേറ്റ് ചെയ്യുന്നത്, ബീറ്റ കാർബണിൽ നിന്നായിരിക്കും ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യുന്നത്. എപ്പോഴും എലിമിനേഷൻ നടന്നാൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ആൽഫയിൽ നിന്ന് ഹാലജനും റിമൂവ് ചെയ്തു, ബീറ്റയിൽ നിന്ന് ഹൈഡ്രജനും പോയി. അപ്പോൾ ആൽഫക്കും ബീറ്റക്കും ഇടയിൽ ഏത് ബോണ്ട് ഫോം ചെയ്യും? ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ബീറ്റ കാർബൺ ഉണ്ടെങ്കിൽ കണ്ടോ, ഈ ബീറ്റ കാർബണിലെ ആദ്യത്തെ ബീറ്റ കാർബണിലെ ഹൈഡ്രജനും ഫോം ചെയ്യാം, അവർക്കിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം. അടുത്ത പ്രോഡക്റ്റ് ആയിട്ട് രണ്ടാമത്തെ ബീറ്റ കാർബണിലെ ഹൈഡ്രജൻ ഫോം ചെയ്യാം,
ഹൈഡ്രജൻ റിമൂവ് ചെയ്യാം, അവർക്കിടയിലും ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ 2 ബീറ്റാ കാർബൺ ഉണ്ടെങ്കിൽ നമുക്ക് 2 ആൽക്കീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ആദ്യത്തെ ബീറ്റാ കാർബണിൽ നിന്ന് ഞാൻ ഹൈഡ്രജനെ റിമൂവ് ചെയ്യണം. അപ്പോൾ പിന്നെ അവിടെ CH2 ഉള്ളു. കണ്ടോ, ആൽഫക്കും ബീറ്റക്കും ഇടയിൽ ഞാൻ പറഞ്ഞു എപ്പോഴും ആൽഫയിൽ നിന്ന് ഹാലജനെ റിമൂവ് ചെയ്യുക, ഈ ബീറ്റയിൽ നിന്ന് കണ്ടോ ആൽഫയിൽ നിന്ന് ഹാലജൻ, ഈ ബീറ്റയിൽ നിന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ആ ബോണ്ട് ഡബിൾ ബോണ്ടായി. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH, ആൽഫയിൽ നിന്ന് ഹാലജൻ പോയി, ബാക്കി റിമൈനിങ് അതുപോലെ തന്നെ CH2 CH3. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ത് കിട്ടി? 1 2 3 4 4 കാർബൺ, ഒന്നാമത്തേൽ ഡബിൾ ബോണ്ട്, ബ്യൂട്ട് 1 കിട്ടി. ഓക്കെ അല്ലേ, ബ്യൂട്ട് 1 കിട്ടി. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പ്രോഡക്റ്റ് ദേ ഈ ബീറ്റയിൽ നിന്നാണ് ഹൈഡ്രജൻ പോകണമെങ്കിൽ കണ്ടോ, ഈ ബീറ്റാ പൊസിഷനിലെ ഹൈഡ്രജൻ ആണെങ്കിൽ ഈ ആൽഫക്കും ബീറ്റക്കും ഇടയിലായിരിക്കും ഡബിൾ ബോണ്ട് ഫോം ചെയ്യണം. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ത് എഴുതാം? CH3 CH ഡബിൾ ബോണ്ട്. കണ്ടോ, നമ്മുടെ റൈറ്റ് സൈഡിലെ ബീറ്റാ കാർബണിൽ നിന്നാണ് പോകുന്നതെങ്കിൽ കണ്ടോ CH3. പ്രോഡക്റ്റ് ആരാ ഫോം ചെയ്തത്? ബ്യൂട്ട്. നോക്കിക്കേ, രണ്ടാമത്തേല ഡബിൾ ബോണ്ട് ബ്യൂട്ട് 2. നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടി, ബ്യൂട്ട് 1 കിട്ടി, ബ്യൂട്ട് 2 കിട്ടി. അപ്പോൾ 2 ബീറ്റാ കാർബൺ ഉണ്ടെങ്കിൽ എപ്പോഴും 2 ആൽക്കീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇതിലെ മേജർ പ്രോഡക്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണ ഒരു റൂളായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സൈഡ്സ് ഓഫ് റൂൾ. അപ്പോൾ എന്താണ് സൈഡ്സ് ഓഫ് റൂൾ പറയണ? ഇൻ ഡീഹൈഡ്രോ ഹാലജനേഷൻ ഓർ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ദ മേജർ പ്രോഡക്റ്റ് ഈസ് ദാറ്റ് ആൽക്കീൻ വിച്ച് ഈസ് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. അപ്പോൾ ഇതേ നോക്കിക്കുക, നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതലുള്ളത്, അതുകൊണ്ട് നമുക്ക് പറയാം ബ്യൂട്ടി 2 ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. ഇതാരായിരിക്കും? മൈനർ പ്രോഡക്റ്റ്. അപ്പം കണ്ടോ, നമ്മൾ 2 പ്രോഡക്റ്റ് ഫോം ചെയ്തു, നമ്മുടെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം A എന്ന് പറയുന്ന പ്രോഡക്റ്റ് കണ്ടോ അടുത്ത സ്റ്റെപ്പിൽ Br2 ആയിട്ട് റിയാക്ട് ചെയ്തത്. അപ്പോൾ A ആയിട്ട് നമ്മൾ എപ്പോഴും മേജർ പ്രോഡക്റ്റിനെ എടുക്കാവുള്ളൂ നമുക്ക് റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. അപ്പം നമ്മുടെ A കിട്ടി. ഓക്കെ, A എന്ന് പറയുന്ന ആരാണ്? ബ്യൂട്ടി 2 കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ Br2 ആയിട്ടുള്ള റിയാക്ഷനാണ്, നമുക്കൊന്ന് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH3. ഇതാരായിരുന്നു? ബ്യൂട്ടി 2. ഓക്കെ, ഈ ബ്യൂട്ടി 2 A കിട്ടി. A ആരായിട്ട് റിയാക്ട് ചെയ്യാൻ പോയാണ്? Br2 ആയിട്ടുള്ള റിയാക്ഷൻ, അതായത് ബ്രോമിനേഷൻ റിയാക്ഷനാണ്. ഓൾറെഡി നിങ്ങൾ +1 ഹൈഡ്രോ കാർബണിൽ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ആൽക്കീൻ ബ്രോമിനേഷൻ ചെയ്താൽ, ആൽക്കീൻ്റെ അകത്തോട്ട് ബ്രോമിനേഷൻ, അതായത് ഇതൊരു അഡീഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്, ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ഇതാരാണ്? ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആൽക്കീൻ ഇവിടെ ഒരു സിമ്മട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനാണ് ബ്യൂട്ടി 2. ഓക്കെ, അതിൻ്റെ അകത്തോട്ട് ബ്രോമിൻ ആഡ് ചെയ്യാണ്. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. എപ്പോഴും അഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ നേരെ തൊട്ട് ലെഫ്റ്റിലെയും റൈറ്റിലെയും കാർബണിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷൻ നടന്നാൽ എപ്പോഴും ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഡബിൾ ബോണ്ട് ഈസ് കൺവേർട്ടഡ് ടു സിംഗിൾ ബോണ്ട്. കണ്ടോ, ഒരു ബോണ്ട് പൊട്ടിയിട്ടാണ് നമ്മുടെ നേരെ ലെഫ്റ്റിലെ ഈ കാർബണിലും ഈ ഒരു കാർബണിലുമാണ് ഓരോ ബ്രോമിൻ വീതം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എഴുതാം. CH3 CH, ഇവിടെ ഒരു ബ്രോമിൻ ആഡ് ചെയ്തു, കണ്ടോ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, അടുത്ത റൈറ്റ് സൈഡിലെ കാർബണിലും ഒരു ബ്രോമിൻ ആഡ് ചെയ്തു. ഓക്കെ, CH3. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ കാർബണിൽ മാത്രമേ അഡീഷൻ നടത്താവുള്ളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടോ ബ്യൂട്ടി 2 അകത്തായിട്ട് നമ്മൾ ആഡ് ചെയ്തു? കണ്ടോ ബ്രോമിൻ ആഡ് ചെയ്തു. പ്രോഡക്റ്റിൻ്റെ പേര് എന്ത് പറയാം? കണ്ടോ 4 കാർബൺ ഉണ്ട്, 2ലും 3ലും, രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ബ്രോമിൻ വന്നതുകൊണ്ട് 2 3, 2 ബ്രോമിൻ വന്നതുകൊണ്ട് ഡൈബ്രോമോ ബ്യൂട്ടൈൻ. നമ്മുടെ പ്രോഡക്റ്റ് ആര് കിട്ടി? 2 3 ഡൈബ്രോമോ ബ്യൂട്ടൈൻ. എന്താ പ്രോഡക്റ്റായിട്ട് നമുക്ക് ഫോം ചെയ്തത്? 2 3 ഡൈബ്രോമോ ബ്യൂട്ടൈൻ ആണ്. കണ്ടോ 2 3 ഡൈബ്രോമോ ബ്യൂട്ടൈൻ നമുക്ക് പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്ത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എയും കിട്ടി, നമ്മുടെ പ്രോഡക്റ്റ് ആരും കിട്ടി? ബിയും കിട്ടി. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ നമ്മുടെ കണ്ടോ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന കൺസെപ്റ്റും, സെക്കൻഡ് കിട്ടിയ പ്രോഡക്റ്റ് ആൽക്കീൻ്റെ അകത്തായിട്ട് നമ്മൾ ഹാലജനായ ബ്രോമിനേഷൻ ചെയ്തതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
ഹൈഡ്രോ കാർബൺസ് ആർ പ്രിപ്പയർഡ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ബൈ. അപ്പോൾ നമ്മുടെ ചോദ്യം ഹൈഡ്രോ കാർബൺ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഏത് മെത്തേഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ബൈ റിയാക്ടിങ് ദം വിത്ത് സോഡിയം, സോഡിയം ആയിട്ടുള്ള റിയാക്ഷൻ. സെക്കൻഡ് വൺ ബൈ റിയാക്ടിങ് ദം വിത്ത് വാട്ടർ, വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ. തേർഡ് വൺ ബൈ എക്സ്പോസിങ് ദം ടു മഗ്നീഷ്യം. ഫോർത്ത് വൺ ബൈ എക്സ്പോസിങ് ദം ടു ഡൈ ഈഥൈൽ ഈഥർ. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേട്ടോ. എന്താണ്? ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ജനറൽ ഫോർമുല എപ്പോഴും RMgX. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് ആരാ നിർമ്മിക്കേണ്ട? ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ ആൽക്കൈൽ ഗ്രൂപ്പ് എപ്പോഴും നമ്മുടെ ആൽക്കഹോൾസ് അല്ലെങ്കിൽ അമീൻസ് അല്ലെങ്കിൽ വാട്ടർ ഇവയിലെ ഹൈഡ്രജൻ അഥവാ പ്രോട്ടോണിനെ അബ്സ്ട്രാക്റ്റ് ചെയ്യും. കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോഴും ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് വെച്ചാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. അവർ ആരൊക്കെയായിട്ട് റിയാക്ട് ചെയ്യും? കണ്ടോ, നമ്മുടെ ആൽക്കഹോൾസും ഇലക്ട്രോൺ റിച്ച് സ്പീഷീസായ ആൽക്കഹോൾസ്, വാട്ടർ, അമീൻസ് അതിലെ പ്രോട്ടോണിനെ അബ്സ്ട്രാക്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് വിൽ ബി കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എഴുതി നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷനിലുള്ളത് സോഡിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഡൈ ഈഥൈൽ ഈഥർ. അപ്പോൾ ആരേ വരികയുള്ളൂ? ഞാൻ പറഞ്ഞ ഒന്നേ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വാട്ടർ അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ അമീൻസ്. അപ്പോൾ ഏത് ഓപ്ഷനേ വരികയുള്ളൂ? സെക്കൻഡ് ഓപ്ഷനേ വരികയുള്ളൂ. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതേ നോക്കിക്കേ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് RMgX ആരായിട്ട് റിയാക്ട് ചെയ്യാണ്? വാട്ടർ. വാട്ടർ എന്ന് വെച്ചാൽ ഫോർമുല H2O. അപ്പോൾ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്താൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഇതേ നോക്കിക്കേ. ഈ RMgXൽ നിങ്ങൾ പ്രത്യേകം ഓർത്തോണം, ആറും കേട്ടോ, ആറും Mgയും തമ്മിലുള്ള, കാർബണും മഗ്നീഷ്യനും തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യണത്. മോർ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും, അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ലഭിക്കും. ഓക്കെ, ഇനി വാട്ടറിൽ നിങ്ങൾക്കറിയാം ആരൊക്കെയുണ്ട്? H+ അയോണും ഉണ്ട്, OH- അയോണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ R- ഗ്രൂപ്പ് കണ്ടോ, ആൽക്കൈൽ ഗ്രൂപ്പിന് നെഗറ്റീവ് ചാർജ് അല്ലേ കാർബൺ ആറ്റത്തിന്, അത് പോസിറ്റീവ് ചാർജുള്ള കണ്ടോ പ്രോട്ടോൺ അഥവാ വാട്ടറല്ല H+നെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ R- H+ കൂടി ചേർന്ന് കണ്ട ഹൈഡ്രോ കാർബൺ ആയ RH ഫോം ചെയ്തു. ബൈ പ്രോഡക്റ്റ് ആര് ഫോം ചെയ്യും? Mg, പോസിറ്റീവ് ചാർജുള്ള Mgയിൽ നെഗറ്റീവ് ചാർജുള്ള OH വരും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് MgOHX. അപ്പോൾ ഇതേ റിയാക്ഷൻ തന്നെ നമുക്ക് ആരൊക്കെയായിട്ട് റിയാക്ട് ചെയ്യാം? ഇതേ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ROH ആൽക്കഹോൾ ഉണ്ടെങ്കിലും ശരിയാണ്, അതുപോലെ തന്നെ ആൽക്കഹോൾ പറയാം, അല്ലെങ്കിൽ RNH2 കേട്ടോ, ആൽക്കഹോൾ പറയാം, അല്ലെങ്കിൽ വാട്ടർ പറയാം, അമീൻസ്. ഇവരെല്ലാവരുമായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക് ഇതേ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇവരുടെ ആൽക്കഹോൾ ആയാൽ ആൽക്കഹോളിലെ DH ആ ഹൈഡ്രജനെ എന്ത് ചെയ്യും? അബ്സ്ട്രാക്ട് ചെയ്യും. പ്രോഡക്റ്റ് വിൽ ബി എപ്പോഴും ഹൈഡ്രോ കാർബൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പാർട്ടിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് കണ്ടോ അതേ കാർബണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും കണ്ടോ, RH ആ ഫോർമുലയിലുള്ള. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേണേൽ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്, R-ൻ്റെ സ്ഥാനത്ത് ഞാൻ CH3 കൊടുത്തു, CH3MgBr. മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്, ഇതിനെ ഞാൻ ഹൈഡ്രോളിസിസ് ചെയ്യണം, വാട്ടറായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ആൽക്കൈൽ ഗ്രൂപ്പാണ് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യണം. ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പ്, അത് പ്രോട്ടോണായ വാട്ടറിലെ H+നെ അബ്സ്ട്രാക്ട് ചെയ്താൽ CH3യും Hയും കൂടെ വരുമ്പോൾ CH4. ബൈ പ്രോഡക്റ്റ് ആര് തന്നെ? MgBr കണ്ട OH ഗ്രൂപ്പിനെ അബ്സ്ട്രാക്ട് ചെയ്യും, MgOHBr. കണ്ട ആൽക്കൈനായ ആര് ഫോം ചെയ്തു? മീഥൈൻ ഫോം ചെയ്തു. ഒരു ഹൈഡ്രോ കാർബൺ അല്ലേ ഫോം ചെയ്ത്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രത്യേകത അവർ ഹൈലി റിയാക്റ്റീവ് ആണ്. ദേ അബ്സ്ട്രാക്ട് പ്രോട്ടോൺ ഫ്രം ആൽക്കഹോൾസ്, വാട്ടർ ആൻഡ് അമീൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മീഥൈൽ ബ്രോമൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഈഥൈൻ ബൈ ഹീറ്റിംഗ് ഇൻ ഈതർ മീഡിയം വിത്ത്. എളുപ്പമുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതൊക്കെയാണ്. മീഥൈൽ ബ്രോമൈഡ് ആരായിട്ടാണ് കൺവേർട്ട് ചെയ്യണം? മീഥൈൽ ബ്രോമൈഡ് ഈസ് കൺവേർട്ടഡ് ടു ഈഥൈൻ
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ ഈതർ മീഡിയം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം മീഥൈൽ ബ്രോമൈഡിൽ നിങ്ങൾ കാർബണിൻ്റെ എണ്ണം നോക്കുമ്പോൾ മീഥൈൽ ബ്രോമൈഡിൽ ഒരു കാർബൺ. നമ്മുടെ പ്രോഡക്റ്റ് ആയത് ഒരു ആൽക്കൈൻ ആണ്. അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കൈനാണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തത്. ആൽക്കൈൽ ഹാലൈഡ് ആരായിട്ട് കൺവേർട്ട് ചെയ്തു? ആൽക്കൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈതർ മീഡിയത്തിലുമാണ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് ഒരു കാർബണാണ് ഉള്ളത്, പ്രോഡക്റ്റായ ഈഥൈനിൽ 2 കാർബൺ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റിയാക്ഷൻ ഏത് റിയാക്ഷനാണ്? നമ്മുടെ വുഡ്സ് റിയാക്ഷനാണ്. ഇത് ഏത് റിയാക്ഷനാണ്? വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഹൈഡ്രോ കാർബൺ തൊട്ട് പഠിക്കുന്നതാണ്. ആൽക്കൈൽ ഹാലൈഡ് മെറ്റാലിക് സോഡിയം ഡ്രൈ ഈതറായിട്ട് റിയാക്ട് ചെയ്താൽ ഹയർ ആൽക്കൈൻ ഫോം ചെയ്യും. ദാറ്റ് മീൻസ് ആൽക്കൈൽ ഹാലൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അതിൻ്റെ ഇരട്ടി എണ്ണം കാർബൺ ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ ആൽക്കൈനായിട്ട് ഫോം ചെയ്യണം. അപ്പോൾ മീഥൈൽ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ CH3Br എന്നല്ലേ? ഇത് കണ്ടോ വുഡ്സ് റിയാക്ഷൻ. അതായത് വുഡ്സ് റിയാക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് മെറ്റാലിക് സോഡിയമാണ് വേണ്ട, സോഡിയം മെറ്റൽ. ജനറലി നമ്മൾ വുഡ്സ് റിയാക്ഷൻ നടത്താൻ 2 ആൽക്കൈൽ ഹാലൈഡും അതുപോലെ തന്നെ 2 സോഡിയം മെറ്റലുമാണ് യൂസ് ചെയ്യണം. അപ്പോൾ അതേ നോക്കിക്കേ, മീഥൈൽ ബ്രോമൈഡ് അഥവാ ബ്രോമോമീഥൈൻ, സോഡിയം മെറ്റൽ, മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഈതർ എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്രൈ ഈതർ, മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത ഈതറിൻ്റെ പ്രസൻസ് റിയാക്ട് ചെയ്താൽ വുഡ്സ് റിയാക്ഷൻ 2 സോഡിയം ഇതിലെ 2 ബ്രോമിനും തമ്മിൽ 2 NaBr എലിമിനേറ്റ് ചെയ്യും. റിമൈനിങ് ആയിട്ട് 2 CH3 ഗ്രൂപ്പ് ഉണ്ട്, അവർ കമ്പൈൻ ചെയ്തിട്ട് CH3 സിംഗിൾ ബോണ്ട് CH3 നമ്മുടെ ഹയർ ആൽക്കൈനായ ആര് ഫോം ചെയ്ത്? ഈഥൈൻ ഫോം ചെയ്ത് ബൈ പ്രോഡക്റ്റ് 2 NaBr. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ആൽക്കൈൽ ഹാലൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അതിൻ്റെ ഇരട്ടി കാർബൺ ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും വുഡ്സ് റിയാക്ഷനിൽ ഫോം ചെയ്യുന്നത്. വുഡ്സ് റിയാക്ഷൻ നടത്തണമെങ്കിൽ റിയേജൻ്റ് ആര് തന്നെ ഇരിക്കണം? സോഡിയം മെറ്റൽ അഥവാ മെറ്റാലിക് സോഡിയം ആയിരിക്കണം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. സാധാരണ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷനുകളിൽ ചോദിക്കുന്ന സ്ഥിരം കണ്ടുവരാറുള്ള ഒരു പാറ്റേണിലൊരു ക്വസ്റ്റ്യനാണ് കൺവേർഷൻസ്. അപ്പോൾ കൺവേർഷൻ ഇത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഹൗ വിൽ യു ബ്രിങ് ദ ഫോളോയിങ് കൺവേർഷൻ 1-chloro-butane ടു നോർമൽ ഒക്ടെയ്ൻ. ഇവിടെ ഇപ്പം നമ്മൾ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെ. ഇവിടെ നോക്കിക്കുക, 1-chloro-butane ഒരു ഹാലോ ആൽക്കൈൻ ആണ്. ഓക്കെ, നോർമൽ ഒക്ടെയ്ൻ ഒരു ആൽക്കൈൻ. അപ്പോൾ ഹാലോ ആൽക്കൈനും ഹാലോ ആൽക്കൈനിൽ നിന്ന് ആൽക്കൈനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാർബണിൻ്റെ എണ്ണം ഒന്ന് നോക്കിക്കേ. 1-chloro-butanil 4 കാർബൺ ഉണ്ട്, പ്രോഡക്റ്റായ ഒക്ടെയ്ൻ 8 കാർബൺ. അപ്പോൾ തന്നെ മനസ്സിലായി ഹാലോ ആൽക്കൈനേക്കാളും കാർബണിൻ്റെ എണ്ണം ഇരട്ടി. ഏത് റിയാക്ഷൻ തന്നെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ വുഡ്സ് റിയാക്ഷൻ തന്നെ. കണ്ടോ, എളുപ്പമുള്ളൊരു ചോദ്യമാണ് കൺവേർഷൻ. നമുക്ക് എഴുതി നോക്കാം. 1-chloro-butane CH3 CH2 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 Cl, ഒന്നാമത്തെ ക്ലോറിൻ. ഓക്കെ, 1-chloro-butane. ഇപ്പോൾ ഞാൻ പറഞ്ഞു വുഡ്സ് റിയാക്ഷൻ നടത്തണമെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ 2 എണ്ണം എടുക്കണം. ആരായിട്ട് റിയാക്ട് ചെയ്യണം? സോഡിയം മെറ്റൽ, മെറ്റാലിക് സോഡിയം 2 എണ്ണം. എന്തിൻ്റെ പ്രസൻസിലാണ്? ഡ്രൈ ഈതർ. കണ്ടോ, മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത ഈതറിൻ്റെ പ്രസൻസിൽ. അപ്പോൾ നോക്കിക്കേ, 2 സോഡിയവും 2 ക്ലോറിനും തമ്മിൽ NaCl എലിമിനേറ്റ് ചെയ്യും. ബാക്കി നോക്കിക്കേ, CH3 CH2 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 ഈ ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ആര് ഫോം ചെയ്യും? CH3 CH2 CH2. കണ്ടോ, ഇവിടെ 4 ആൽക്കൈൽ ഹാലൈഡ് കണ്ടോ, ബ്രോമോ-ബ്യൂട്ടൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി കാർബൺ ഉള്ള, അപ്പോൾ 4ൻ്റെ ഇരട്ടി 8 കാർബൺ ഉള്ള ഒക്ടെയ്ൻ. കണ്ടോ, CH3 CH2 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 1 2 3 4 5 6 7 CH2 CH3. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആയ കണ്ടോ 1-chloro-butane ആരായിട്ട് കൺവേർട്ട് ചെയ്തു? നോർമൽ ഒക്ടെയ്ൻ. കേട്ടോ, ഇത് കോമൺ നെയിമാണ് N എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. കേട്ടോ, നോർമൽ ഒക്ടെയ്ൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ്? വുഡ്സ് റിയാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കൺവേർഷൻ പാർട്ടിൽ നിന്ന് തന്നെ വന്ന ചോദ്യങ്ങളാണ്. ഹൗ വിൽ യു എഫക്ട് ദ ഫോളോയിങ് കൺവേർഷൻസ്? നമുക്ക് 3 കൺവേർഷൻ ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തത്
ക്ലോറോബെൻസീൻ ടു പാരാനൈട്രോഫിനോൾ. ക്ലോറോബെൻസീനിൽ നിന്ന് പാരാനൈട്രോഫിനോൾ നിർമ്മിക്കാനാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൺവേർഷൻ ചോദിച്ചാലും നിങ്ങൾ റിവേഴ്സ് തിങ്ക് ചെയ്യണം. ആദ്യം തന്നെ കണ്ടോ, ക്ലോറോബെൻസീനിൽ നിന്ന് നിങ്ങൾക്കറിയാം ഡയറക്റ്റ് പാരാനൈട്രോഫിനോൾ നിർമ്മിക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങളൊരു കെമിക്കൽ റിയാക്ഷനും പഠിച്ചിട്ടില്ല. അപ്പോൾ ക്ലോറോബെൻസീന് നമ്മുടെ പ്രോഡക്റ്റ് പറഞ്ഞിരിക്കുന്നത് പാരാനൈട്രോഫിനോളാണ് നിർമ്മിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിനോളിനെ നൈട്രേഷൻ ചെയ്ത് നമുക്ക് പാരാനൈട്രോഫിനോൾ നിർമ്മിക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. പക്ഷേ ക്ലോറോബെൻസീനിൽ നിന്ന് കണ്ട ഡയറക്റ്റ് പാരാനൈട്രോഫിനോൾ നിർമ്മിക്കാൻ പറ്റില്ല. നമുക്ക് വേണേൽ ക്ലോറോബെൻസീന ഫിനോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ഫിനോളിൽ നിന്ന് നമുക്ക് വേണേൽ ആര് നിർമ്മിക്കാൻ പറ്റും? പാരാനൈട്രോഫിനോൾ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ക്ലോറോബെൻസീന ഫസ്റ്റ് നമ്മൾ ആരാക്കണം? ഫിനോളായിട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ആദ്യം ക്ലോറോബെൻസീൻ ആദ്യം ആരായിട്ട് കൺവേർട്ട് ചെയ്യണം? ഫിനോളായിട്ട് കൺവേർട്ട് ചെയ്യണം. ക്ലോറോബെൻസീനെ ഫിനോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്. നിങ്ങൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹാലോവരീൻസിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നിങ്ങൾ പഠിച്ചൊരു റിയാക്ഷനാണ്. കണ്ടോ, ക്ലോറോബെൻസീൻ ആരായിട്ട് റിയാക്ട് ചെയ്യണം? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യണം കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ്. പൊതുവേ ഹാലോവരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് ചില സ്പെഷ്യൽ കണ്ടീഷനായ കണ്ടോ 623 കെൽവിനും 300 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുമാണ് നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത്. ഈ രണ്ട് കണ്ടീഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ സ്ഥിരം നിങ്ങൾക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ക്ലോറോബെൻസീനിൽ നിന്ന് ഫിനോൾ നിർമ്മിക്കാൻ. അപ്പോൾ അതേ നോക്കിക്കേ, ഹാലോവരീനായ ക്ലോറോബെൻസീൻ NaOH. അപ്പോൾ ഈ റിയാക്ഷൻ എന്തിന് എക്സാമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു? ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പം ഇവിടെ നോക്കിക്കേ, ഹാലജനായ Cl മാറി ന്യൂക്ലിയോഫൈലായ ആര് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത് നോക്കിക്കേ, ഈ എച്ചും ഈ Cl തമ്മിൽ HCl പോകും. ഈ ONA എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പിൽ ആക്ച്വലി ഇതാരായിട്ട് കൺവേർട്ട് ചെയ്യും? ONA. കണ്ട, എച്ചും Cl തമ്മിൽ HCl റിമൂവ് ചെയ്ത് ONA, അതായത് സോഡിയം ഫിനോക്സൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തത്. ആരായിട്ട് കൺവേർട്ട് ചെയ്തു? സോഡിയം ഫിനോക്സൈഡ്. അതായത് ഫിനോളിലെ ഹൈഡ്രജൻ മാറി സോഡിയം വന്നതുകൊണ്ടാണ് അതിനെ സോഡിയം ഫിനോക്സൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? അസിഡിഫിക്കേഷൻ ചെയ്യണം. അസിഡിഫിക്കേഷൻ മീൻസ് ഏതെങ്കിലും ഒരു ആസിഡായിട്ട് റിയാക്ട് ചെയ്യണം. H+ എന്ന് കൊടുത്താൽ മതി. ഞാനിവിടെ അതേ ആസിഡായി HCl ആയിട്ട് റിയാക്ട് ചെയ്തു. അന്നേരം സോഡിയം ക്ലോറിനും തമ്മിൽ NaCl എലിമിനേറ്റ് ചെയ്തു. സോഡിയത്തിന് പകരം റീപ്ലേസ് ചെയ്ത് ഹൈഡ്രജൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പ്രോഡക്റ്റ് ആര് വന്ന്? സോഡിയം മാറി ഹൈഡ്രജൻ വന്നു. കണ്ടോ, ഇതാരായിട്ട് മാറി? ഫിനോളായിട്ട് മാറി. ഓക്കെ. ബൈ പ്രോഡക്റ്റ് ആര്? Naയും Cl തമ്മിൽ ഇതേ കണ്ട ബൈ പ്രോഡക്റ്റ് സോഡിയം ക്ലോറൈഡും ഫോം ചെയ്തു. നമുക്ക് ക്ലോറോബെൻസീനിൽ നിന്ന് ഫിനോൾ നിർമ്മിക്കാനല്ല പറഞ്ഞത്, പാരാനൈട്രോഫിനോളാണ്. ആക്ച്വലി ഈ കൺസെപ്റ്റ് നിങ്ങൾ അടുത്ത ചാപ്റ്ററായ ആൽക്കഹോൾ ഫിനോൾ പഠിക്കുന്നതാണ്. ഈ ഫിനോളിൽ നിന്ന് പാരാനൈട്രോഫിനോൾ നിർമ്മിക്കണമെങ്കിൽ ഫിനോളിനെ ഡൈല്യൂട്ട് HNO3 ആയിട്ട് റിയാക്ട് ചെയ്യണം കേട്ടോ. ഫിനോളിനെ ആരായിട്ട് റിയാക്ട് ചെയ്യണം? ഡൈല്യൂട്ട് HNO3 നൈട്രിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യണം. അവിടെ തന്നെ നിങ്ങൾ പഠിക്കും ഫിനോൾ കോൺസെൻട്രേറ്റഡ് മീഡിയത്തിൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് HNO3യും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് H2SO4 ആണെങ്കിൽ നമുക്ക് പിക്രിക് ആസിഡ് അല്ലെങ്കിൽ 2,4,6 ട്രൈനൈട്രോഫിനോളെ ഫോം ചെയ്യുള്ളൂ. ഡൈല്യൂട്ട് HNO3 ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഫിനോള് ഡൈല്യൂട്ട് HNO3 ആയിട്ടുള്ള റിയാക്ഷൻ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ്. ഇവിടെ HNO3യിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ പഠിച്ചോണം. ഇത് നൈട്രേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. നൈട്രേഷൻ റിയാക്ഷനിൽ ഇലക്ട്രോഫൈൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? NO2 ആണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിനോളിലെ OH ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് നിങ്ങൾ ഹൈഡ്രോ കാർബണിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടും. OHൻ്റെ എവിടെയും വരും? മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പാരാ പ്രോഡക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് മേജർ പ്രോഡക്റ്റ് കണ്ട പാരാ പൊസിഷനിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് NO2 വരും. അപ്പോൾ മേജർ പ്രോഡക്റ്റ് ആരാണ്? കണ്ട
ഈ OHൻ്റെ പാരാ പൊസിഷനിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് NO2 വന്നു. അതുകൊണ്ട് പറയാം മേജർ പ്രോഡക്റ്റ് ആരാണ്? പാരാ നൈട്രോഫിനോൾ. നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വേണം ആര് പറയാം? ഇവിടെ കൺവേർഷൻ ആയതുകൊണ്ട് നമ്മൾ അത് എഴുതണ്ട. ഇതെപ്പോഴും ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യണത് അതിൻ്റെ സെക്കൻഡ് പൊസിഷൻ അഥവാ ഓർത്തോ നൈട്രോഫിനോൾ. കൺവേർഷൻ ആകുമ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയാൽ മതി. നമ്മുടെ മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യണത് ഡൈല്യൂട്ട് HNO3 ആണെങ്കിൽ ആരായിരിക്കും? പാരാ നൈട്രോഫിനോൾ അഥവാ 4 നൈട്രോഫിനോൾ ആയിരിക്കും എപ്പോഴും കേട്ടോ. ഓക്കെ, അപ്പോൾ OH ഗ്രൂപ്പ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇൻകമിങ് ഇലക്ട്രോഫൈലായ NO2 ഓർത്തോയിലും പാരയിലും പ്ലേസ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ കൺവേർഷൻ ചെയ്തു എങ്കിൽ രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ചോദ്യം ബ്രോമോ ബെൻസീനിൽ നിന്ന് ബൈഫിനൈൽ നിർമ്മിക്കാനാണ്. നമുക്കൊന്ന് നോക്കാം. ബ്രോമോ ബെൻസീനിൽ നിന്ന് ബൈഫിനൈൽ. ബൈഫിനൈൽ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹാലോ അരീനിൽ നിന്ന്, നിങ്ങൾ ഇത്ര ഓർത്തേച്ചാൽ മതി, ഹാലോ അരീനിൽ നിന്ന് ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ നിർമ്മിക്കണമെങ്കിൽ ആ റിയാക്ഷൻ ആരായിരിക്കും? ഫിറ്റിഗ് റിയാക്ഷൻ ആയിരിക്കും. അതായത് നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. കുറച്ച് മുമ്പ് പഠിച്ച വുഡ്സ് റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. വുഡ്സ് റിയാക്ഷന് നമ്മൾ 2 ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലും ഡ്രൈ ഈതറായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഫിറ്റിഗ് റിയാക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 ഹാലോ അരീൻസ് ആണ് സോഡിയം മെറ്റലും ഡ്രൈ ഈതറായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഫിറ്റിഗ് റിയാക്ഷൻ്റെ പ്രത്യേകത എപ്പോഴും പ്രോഡക്റ്റ് വിൽ ബി ബൈഫിനൈൽ ആയിരിക്കും. അപ്പോൾ കണ്ട ഏറ്റവും എളുപ്പമാണ്. നോക്കിക്കേ, ബ്രോമോ ബെൻസീൻ ബൈഫിനൈൽ ആകണം. അപ്പോൾ നമുക്ക് ബ്രോമോ ബെൻസീൻ്റെ ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് ബ്രോമോ ബെൻസീൻ. ഓക്കെ, അപ്പോൾ ബ്രോമോ ബെൻസീൻ ഫിറ്റിഗ് റിയാക്ഷനിൽ ഇവിടെയും നമ്മൾ എടുക്കേണ്ട ബ്രോമോ ബെൻസീൻ എത്ര എണ്ണം എടുക്കണം? 2 എണ്ണം എടുക്കണം. ഞാൻ വീണ്ടും ഒരു ബ്രോമോ ബെൻസീൻ എടുക്കണം. ഇപ്പോൾ ഫിറ്റിഗ് റിയാക്ഷൻ്റെ പ്രത്യേകത നിങ്ങൾ ഓർത്തണം. ഹാലോ അരീൻസ് ആരായിട്ട് റിയാക്ട് ചെയ്യണം? സോഡിയം മെറ്റൽ. ഇവിടെയും 2 ഹാലോ അരീൻ എടുക്കണം, 2 സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇവിടെ എന്തേ നോക്കിക്കേ, ഈ 2 സോഡിയം 2 ബ്രോമിനും തമ്മിൽ NaBr എലിമിനേറ്റ് ചെയ്യും. ഇത് നോക്കിക്കേ C6H5 അഥവാ ഫിനൈൽ ഗ്രൂപ്പ്. ഇവിടെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2 ഫിനൈൽ ഗ്രൂപ്പ് കമ്പൈൻ ചെയ്ത പ്രോഡക്റ്റ് ആര് ഫോം ചെയ്യും? ബൈഫിനൈൽ ഫോം ചെയ്യും. ഇത് C6H5Br ആണ്. ഈ C6H5നെയാണ് നമ്മൾ ഫിനൈൽ എന്ന് വിളിക്കുന്നത്. കണ്ടോ, റിമൈനിങ് ആയിട്ടുള്ള 2 C6H5 കമ്പൈൻ ചെയ്തിട്ട് ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ എന്ന് പറയാം. പ്രോഡക്റ്റും ഫോം ചെയ്തു. മൈനർ പ്രോഡക്റ്റ് നമുക്ക് കണ്ടോ, മേജർ പ്രോഡക്റ്റ് ബൈഫിനൈലാണ്. നമുക്ക് 2 NaBrഉം നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും, 2 സോഡിയം ബ്രോമൈഡ്. ഇപ്പോൾ രണ്ടാമത്തെ കൺവേർഷൻ നമുക്ക് കണ്ടോ ഫിറ്റിഗ് റിയാക്ഷൻ എന്ന കൺസെപ്റ്റ് വരുന്നതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു കൺവേർഷനും കൂടെ ഉണ്ടായിരുന്നു, പ്രൊപ്പീനിൽ നിന്ന് പ്രൊപ്പാൻ വണ്ണോൾ. മൂന്നാമത്തെ ചോദ്യം നമുക്ക് പ്രൊപ്പീനിൽ നിന്ന് ആര് നിർമ്മിക്കണം? പ്രൊപ്പീൻ ടു പ്രൊപ്പാൻ വണ്ണോൾ നിർമ്മിക്കണം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓർത്തണം, ഒരു ആൽക്കീനിൽ നിന്ന് ആൽക്കഹോളാണ് നിർമ്മിക്കണം. അപ്പോൾ ആൽക്കഹോൾ നിർമ്മിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചു കുറച്ച് മുമ്പ്, ഹാലോ ആൽക്കൈൻസിനെ അക്വസ് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്താൽ ഹാലജൻ മാറി OH വരും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രൊപ്പാൻ വണ്ണോൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേലാണ് OH. അപ്പോൾ നിങ്ങൾ ഓർത്തണം, ഒന്നാമത്തെ കാർബണിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ ഹാലജൻ വരുന്ന ഏതെങ്കിലും ഒരു ഹാലോ ആൽക്കൈൻ ആയിരിക്കണം. അപ്പോൾ പ്രൊപ്പാൻ വണ്ണോൾ, അപ്പോൾ പ്രൊപ്പീനിൽ നിന്ന് പ്രൊപ്പാൻ വണ്ണോൾ നിർമ്മിക്കണമെങ്കിൽ ആദ്യം നമുക്ക് പ്രൊപ്പാൻ വണ്ണോൾ നിർമ്മിക്കണമെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിലാണ് OH വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ കണ്ടോ ഹാലജൻ വന്നിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം. അതായത് ഇതിനെ നമുക്ക് വേണേൽ 1 ബ്രോമോ പ്രൊപ്പൈൻ അല്ലെങ്കിൽ കണ്ടോ 1 ബ്രോമോ പ്രൊപ്പൈനിനെ നമുക്ക് ഏതെങ്കിലും ഒരു അക്വസ് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്താൽ ബ്രോമിൻ മാറി OH വരും. അപ്പോൾ പ്രൊപ്പീനെ നമ്മൾ ആരായിട്ട് കൺവേർട്ട് ചെയ്യണം? 1 ബ്രോമോ പ്രൊപ്പൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആരാണ്? 1 ബ്രോമോ പ്രൊപ്പൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഒന്നാമത്തെ പൊസിഷനിൽ ബ്രോമിൻ വരണം. അപ്പോൾ പ്രൊപ്പീൻ ഒന്ന് നോക്കാം. പ്രൊപ്പീൻ ആരായിട്ട് റിയാക്ട് ചെയ്യണം? പ്രൊപ്പീനെ കണ്ടോ, ഇവിടെ ഒന്നാമത്തേൽ OH വന്നതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തേൽ തന്നെ ഹാലജൻ എടുക്കണമെന്ന്.
നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള ഹാലോ ആൽക്കൈൻ ആണെങ്കിൽ ആൽക്കഹോളും സെക്കൻഡറിയെ ഫോം ചെയ്യുള്ളൂ, പ്രൊപ്പാൻ 2-ഓളെ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ പ്രൊപ്പീനെ നമുക്ക് വേണേ 1 ബ്രോമോ പ്രൊപ്പൈൻ ആക്കി കഴിഞ്ഞാൽ 1 ബ്രോമോ പ്രൊപ്പൈൻ ഏതെങ്കിലും ഒരു അക്വസ് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്താൽ ബ്രോമിൻ റീപ്ലേസ് ചെയ്ത് OH വരും. അപ്പോൾ പ്രോഡക്റ്റ് പ്രൊപ്പാൻ 1-ഓൾ കിട്ടും. അപ്പോൾ പ്രൊപ്പീനെ 1 ബ്രോമോ പ്രൊപ്പൈൻ, നിങ്ങൾക്കറിയാം പ്രൊപ്പീൻ്റെ അകത്ത് ബ്രോമിൻ 1 ബ്രോമോ പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ ബ്രോമിൻ ആഡ് ചെയ്യണം. ഡയറക്റ്റ് ബ്രോമിനേഷൻ ചെയ്താൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 ബ്രോമിൻ ആകും. ഇവിടെ 1 ബ്രോമിനാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട HBr, ഹൈഡ്രജൻ ഹാലൈഡായ HBrൻ്റെ അഡീഷനാണ്. അതിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രൊപ്പീൻ്റെ അകത്തായിട്ട് നമ്മൾ ഡയറക്റ്റ് HBr ആഡ് ചെയ്താൽ ബ്രോമിൻ ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേ വരുവുള്ളൂ, പ്രോഡക്റ്റ് 2 ബ്രോമോ പ്രൊപ്പൈനെ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? HBr എന്തിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യണം? പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യണം, അഥവാ ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ ഇതേ HBr ഡയറക്റ്റ് ആഡ് ചെയ്താൽ പ്രൊപ്പീൻ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അതിൽ HBr ആഡ് ചെയ്യുമ്പോൾ മാർക്കോണിക്കോസ് റൂളാണ് ഫോളോ ചെയ്യണത്. മാർക്കോണിക്കോസ് റൂളാണെങ്കിൽ ബ്രോമിൻ ഈ 2 കാർബണിൽ ഹൈഡ്രജൻ കുറവുള്ള ലെഫ്റ്റ് സൈഡിലെ കാർബൺ അഥവാ രണ്ടാമത്തെ കാർബണിലെ ബ്രോമിൻ വരുവുള്ളൂ. നമുക്ക് പ്രോഡക്റ്റ് 2 ബ്രോമോ പ്രൊപ്പൈനെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് അക്വസ് ആൽക്കലി ആണെങ്കിൽ പ്രൊപ്പാൻ 2-ഓളെ കിട്ടുകയുള്ളൂ. അപ്പോൾ 1 ബ്രോമോ പ്രൊപ്പൈൻ കിട്ടണമെങ്കിൽ നമ്മൾ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ അഡീഷൻ നടത്തണം. അപ്പോൾ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാകുമ്പോൾ ഓർത്തണം ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷനാണ്. നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ ഈ 2 കാർബൺ നോക്കുക, ഇതിൽ ഹൈഡ്രജൻ കൂടുതൽ റൈറ്റ് സൈഡിലാണ്, അവിടെ നെഗറ്റീവ് പാർട്ട് വരുവുള്ളൂ. പോസിറ്റീവ് പാർട്ടായ H ഹൈഡ്രജൻ കുറവുള്ള കാർബൺ, പ്രോഡക്റ്റ് എന്ത് പറയാം? CH3 CH2 അഡീഷനാണ്, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു സിംഗിൾ ബോണ്ട്. കണ്ട, നെഗറ്റീവ് പാർട്ടായ ബ്രോമിൻ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബൺ എന്നാണ് നമ്മൾ പെറോക്സൈഡ് എഫക്റ്റ് അഥവാ ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ, CH2Br. ഇപ്പോൾ പ്രോഡക്റ്റ് ആര് കിട്ടി? 1 ബ്രോമോ പ്രൊപ്പൈൻ കിട്ടി. ഇനി നമ്മുടെ പ്രോഡക്റ്റായ 1 ബ്രോമോ പ്രൊപ്പൈനിൽ നിന്ന് പ്രൊപ്പാൻ 1-ഓൾ കിട്ടാനായിട്ട് നമ്മൾ അതിനെ അക്വസ് KOH അല്ലെങ്കിൽ അക്വസ് NaOH ഏതെങ്കിലും അക്വസ് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്താൽ കണ്ടോ ബ്രോമിൻ മാറി OH വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോഡക്റ്റ് ആര് വരും? CH3 CH2 CH2OH. കണ്ടോ, പ്രൊപ്പാൻ 1-ഓൾ. അപ്പോൾ ഈ ടൈപ്പ് കൺവേർഷൻസ് നിങ്ങൾക്ക് സാധാരണയായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ റിവേഴ്സ് തിങ്ക് ചെയ്യണം. ആദ്യം ഫൈനൽ തന്നിരിക്കുന്ന പ്രോഡക്റ്റിൽ നിന്ന് എങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കണം. ഇവിടെ നോക്കിക്കുക, പ്രൊപ്പാൻ 1-ഓൾ നമുക്ക് ഏതിൽ നിന്നേ നിർമ്മിക്കാൻ പറ്റുള്ളൂ? 1 ബ്രോമോ പ്രൊപ്പൈനിൽ നിന്നേ നിർമ്മിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രൊപ്പീനെ 1 ബ്രോമോ പ്രൊപ്പൈനായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇങ്ങനെ വേണം നമ്മൾ കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ചെയ്യേണ്ടത്. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പോളിഹാലജൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞു. ഹാലോ ആൽക്കൻസിൻ്റെ ഹാലോവരീൻസിൻ്റെയും അടുത്ത ഇവരുടെ പോളിഹാലജൻ കോമ്പൗണ്ട്സ്, അതായത് ഒന്നിലധികം ഹാലജൻസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് പോളിഹാലജൻ കോമ്പൗണ്ട്സ്. ഇവരുടെ പാർട്ടിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, ലിവർ വെൻ ക്രോണിക്കലി എക്സ്പോസ്ഡ് ടു ക്ലോറോഫോം ഗെറ്റ്സ് ഡാമേജ്ഡ് ബിക്കോസ്. അതായത് നമ്മൾ ലാർജ് എമൗണ്ട് ക്ലോറോഫോം നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യിക്കും. അതായത് ക്ലോറോഫോമിൻ്റെ ഒരു ഫിസിയോളജിക്കൽ എഫക്റ്റാണ്. ക്ലോറോഫോം നമ്മുടെ ലിവറിനെയും കിഡ്നീസിനെയൊക്കെ ഡാമേജ് ചെയ്യിക്കും. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ക്ലോറോഫോം ഈസ് നോട്ട് മെറ്റബോളിസ്ഡ് ഇൻ ദ ലിവർ. സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്നത് ക്ലോറോഫോം ഡിപ്രസ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ക്ലോറോഫോം ഡെവലപ്പ് സോഴ്സ് ഇൻ ലിവർ. ക്ലോറോഫോം ഗെറ്റ്സ് കൺവേർട്ടഡ് ടു കാർബണിൽ ക്ലോറൈഡ് വിച്ച് ഈസ് എ പോയിസൺ. നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലോറോഫോമിൻ്റെ പ്രത്യേകത എന്താ. ക്ലോറോഫോം നമ്മളെപ്പോഴും, നിങ്ങൾക്ക് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ്, ക്ലോറോഫോം നമ്മളെപ്പോഴും ഡാർക്ക് കളേർഡ് ബോട്ടിൽസിലെ സ്റ്റോർ ചെയ്യാറുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ക്ലോറോഫോം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഹൈലി പോയിസണസ് ആയിട്ടുള്ള ഒരു ഫോസ്ജീൻ എന്ന ഗ്യാസ് അഥവാ കാർബണിൽ ക്ലോറൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതൊരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. ഇതാണ് നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി, ക്ലോറോഫോം ഗെറ്റ്സ് കൺവേർട്ടഡ് ടു കാർബണിൽ ക്ലോറൈഡ് വിച്ച് ഈസ് എ പോയിസൺ. കണ്ടോ, കാർബണിൽ ക്ലോറൈഡ് അഥവാ അതിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ജീൻ. ഇതാണ് നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യിക്കുന്നത്. നമുക്ക് വേണം അതിൻ്റെ ഒന്ന് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇപ്പോൾ ക്ലോറോഫോം CHCl3. ക്ലോറോഫോം മറ്റൊരു പേരാണ് ട്രൈക്ലോറോമീഥൈൻ. ആരായിട്ട് റിയാക്ട് ചെയ്യണം? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എയർ അഥവാ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് COCl2. ഇതാണ് കാർബണൈൽ ക്ലോറൈഡ്, അല്ലെങ്കിൽ ഇതിനെ വായിക്കുന്ന പേര് ഫോസ്ജീൻ എന്നാണ് വിളിക്കുന്നത്. പേര് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ 2 ക്ലോറോഫോം, അന്നേരം ഇവിടെ 2 കാർബണൈൽ ക്ലോറൈഡും അതുപോലെ തന്നെ 2 ഹൈഡ്രജനും റിമൈനിങ് ആയിട്ടുള്ള ഇവിടെ 4 ക്ലോറിനായി റിമൈനിങ് ആയിട്ടുള്ള 2 ക്ലോറിനും തമ്മിൽ 2HCl. ഇപ്പോൾ കണ്ടോ, ക്ലോറോഫോം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടന്നാൽ ഹൈലി പോയിസണസ് ആയിട്ടുള്ള ഫോസ്ജീൻ ഫോം ചെയ്യും. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഡാർക്ക് കളേർഡ് ബോട്ടിൽസിലാണ് ക്ലോറോഫോം സ്റ്റോറേജ് ചെയ്യുന്നത്. ക്ലോറോഫോം എന്തുകൊണ്ട് ഡാർക്ക് കളേർഡ് ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യുന്നു, അങ്ങനെയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഈ കണ്ട പോയിസണസ് ആയിട്ടുള്ള കാർബണിൽ ക്ലോറൈഡ് അഥവാ ഫോസ്ജീൻ ആണ് നമ്മുടെ ലിവറിനെയും കിഡ്നീസിനെയൊക്കെ ഡാമേജ് ചെയ്യിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ക്ലോറോഫോം പോളിഹാലജൻ കോമ്പൗണ്ടിലെ ക്ലോറോഫോമിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ട്രൈ അയഡോമീഥൈൻ അഥവാ അയഡോഫോം. നിങ്ങൾക്കറിയാം ട്രൈ അയഡോമീഥൈൻ എന്ന് വെച്ചാൽ CHI3 അഥവാ അയഡോഫോം എന്നാണ്. അയഡോഫോമിൻ്റെ പ്രത്യേകത കണ്ട, ഇറ്റ് ഈസ് എ പെസ്റ്റിസൈഡ്, റെഫ്രിജറൻറ്റ്, ആൻറ്റിസെപ്റ്റിക് ഡ്രഗ്, ഡിഗ്രീസിങ് ഏജൻറ്റ്. ഏത് വരും? നമുക്ക് എല്ലാവർക്കും അറിയാം ട്രൈ അയഡോമീഥൈൻ അഥവാ അയഡോഫോം എന്ന് പറയുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് ഡ്രഗാണ് കേട്ടോ. നമ്മൾ പണ്ട് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇതിൻ്റെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിയുടെ റീസണും ചോദിക്കും. ഫ്രീ അയഡിൻ അഥവാ അയഡിൻ ലിബറേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിക്ക് കാരണം കേട്ടോ. റീസണായിട്ടും ചോദിക്കാം. അയഡോഫോമിൻ്റെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിക്ക് കാരണം അത് അയഡിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഇതിന് ഒരു ഫൗൾ സ്മെല്ലുള്ളത് കൊണ്ട് നമ്മൾ ഇത് അയഡോഫോം നമ്മൾ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതർ സബ്സ്റ്റൻസ്, അയഡിൻ കണ്ടൻ്റ് ഉള്ള സബ്സ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മുമ്പ് നമ്മളൊരു ആൻറ്റിസെപ്റ്റിക് ആക്ഷനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കോമ്പൗണ്ടാണ് ആര്? അയഡോഫോം അല്ലെങ്കിൽ ട്രൈ അയഡോമീഥൈൻ. അപ്പോൾ പോളിഹാലജൻ കോമ്പൗണ്ടിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ആരെന്ന് പറയണ അയഡോഫോം. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. പോളിഹാലജൻ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ കാർബൺ ടെട്രാക്ലോറൈഡ് ഹാസ് ഡൈപോൾ മൊമെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്ന കാർബൺ CCl4 അതല്ലേ സ്ട്രക്ചർ. കാർബൺ ടെട്രാക്ലോറൈഡ് അഥവാ ടെട്രാക്ലോറോമീഥൈൻ. കാർബണിൽ 4 ക്ലോറിൻ. CCl4ന് ഒരു ടെട്രാഹിഡ്രൽ ജോമെട്രിയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വരക്കുമ്പോൾ കാർബണും ക്ലോറിൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിനിലായിട്ടാണ് കണ്ട ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരക്കാൻ. അപ്പോൾ ഇതേ നോക്കിക്കേ. അപ്പോൾ ഈ ക്ലോറിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ മേളിലോട്ടാണ്. ഓക്കെ, ഈ 3 ക്ലോറിൻ്റെയും റിസൾട്ടൻ്റ് എങ്ങോട്ടാണ്? താഴോട്ടാണ് വന്നിരിക്കണം. അപ്പോൾ അതേ നോക്കിക്കേ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതിൻ്റെ ഈ റിസൾട്ടൻ്റ് നോക്കിക്കേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നതുകൊണ്ട് ഡൈപോൾ മൊമെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വരക്കുമ്പോൾ ലീനിയർ ഷേപ്പ് ഓപ്പോസിറ്റ് വരുന്നു. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. കണ്ടോ, 3 ക്ലോറിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് താഴോട്ടാണ്. ഇതിൻ്റെ ഒരു ക്ലോറിൻ്റെ അതേ നോക്കിക്കേ മേളിലോട്ടും അല്ലേ, മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലായിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇതിൻ്റെ റിസൾട്ടൻ്റ് എത്രയായിട്ട് വരും? ക്യാൻസൽ ആയി പോകും. അഥവാ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് മ്യൂ, ഡൈപോൾ മൊമെൻറ്റ് ഡിനോട്ട് ചെയ്യുന്ന മ്യൂ ഈക്വൽ ടു എത്ര വരും? 0 വരും. ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററിലെ പോളിഹാലജൻ കോമ്പൗണ്ട്സ് എന്ന ടോപ്പിക്കും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. Okay, thank you all of you.